ജീസസ് ജീസസ് ജീസസ്. നമ്മൾ ഇന്ന് ക്രൈസ്ത കിങ്ങിൻ്റെ ഫീസ്റ്റ് ഗംഗേമമായിട്ട് ആഘോഷിച്ചു. പല സ്ഥലത്തൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ഒത്തിരി സന്തോഷത്തിലായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആട്രിബ്യൂട്ട്സ് എവിടെ നമ്മൾ നിർത്തിയോ അവിടെ തന്നെയാണ് ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ക്രൈസ്ത കിങ് ഫെസ്റ്റിവലിൽ എല്ലാവരും ആഘോഷിച്ചു. ഈ എല്ലാവരും ലോകം മുഴുവൻ ആഘോഷിച്ച് നമ്മുടെ ഇടവകളിലും നമ്മുടെ കേരളത്തിലെ പള്ളികളിലും ഒക്കെ ആഘോഷിച്ച് പ്രദർശനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം വെട്ടുകാട് എന്ന് പറയുന്നത് ഒരു മജസ്റ്റിക് ആയിട്ടുള്ള 4 വർഷം മുൻപേ പണിതതാണ് പുതിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവിടെ ദൈവം എന്നെ ദൈവകാരനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം തന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് കുറേ സ്ഥലങ്ങളിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പം ആ പള്ളിയൊക്കെ കണ്ടപ്പം ഇത്രയും വലിയ മജസ്റ്റിക് ആയിട്ടുള്ളൊരു പള്ളി ഇപ്പോൾ പണിതൊരുക്കി. ഞാനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ പൊഴിയൂർ കുറച്ച് ഈ കോവിഡിനൊക്കെ മുന്നുള്ള ഒരു സമയം, എനിക്ക് തോന്നുന്നത് 4-5-6 വർഷമായിട്ടുണ്ടാവും. 5 വർഷം കോവിഡ് തന്നെ കഴിഞ്ഞിട്ടായല്ലോ. അപ്പോൾ അതിനൊരു 2-3 വർഷം മുൻപ് ഞാൻ പൊഴിയൂർ പ്രിയപ്പെട്ടവരെ ഒരു സ്ഥലത്ത് പോയി. പറയാൻ വന്ന ഇതല്ല, സബ്ജക്റ്റ് മാറിപ്പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ കൺട്രോളിലല്ല, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഞാൻ ചെന്നപ്പം അവിടുത്തെ പള്ളികളുടെ ഇടപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പള്ളി, ഇവിടുത്തെ കുർബാന തൊട്ടപ്പുറത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഇവിടെ സീറോ മലബാർ ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈമാണ്, ഡിഫറെൻറ്റ് റേറ്റാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങപ്പുറത്തെ ലാറ്റിനാണ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഓരോരോ പള്ളികളിൽ അത്രയ്ക്ക് അടുത്താണ്. ആ പള്ളികളെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, ഇതുപോലെ കാശ് മുടക്കി പണിത പള്ളികളാണത്. അതാരാ അവിടെ മുഴുവനും കടലിൽ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ സംഭാവനയാണ്. അത് അവരുടെ സംഭാവനയാണ്. അവർ തിന്നില്ലെങ്കിലും അവർ സഭയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് തിന്നാനൊന്നും ഇല്ലെങ്കിലും ഉള്ള അതുങ്ങളെല്ലാം പാവപ്പെട്ടവരാണ്. ഞാൻ കണ്ടത് നിരനിരയായിട്ട് 2 റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വീടുകൾ, ഒരു വീടിൻ്റെ മറ്റേ വീടിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരാൾക്ക് കഷ്ടി പുറകിലോട്ട് പോകാം. അങ്ങനെയുള്ള നിരത്തി പിടിച്ച വീടുകളാണ്. ഈ ഒരു പർട്ടിക്കുലർ ഇടവകയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്നത്. അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിലരുടെ വീട്ടിൽ കൗൺസിലിംഗ് ചെയ്യാനൊക്കെ കടന്നു പോയിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ പൊഴിയൂർ ഈ പിന്നെ മരിയ ബംബീന സിസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇൻഫൻറ്റ് ജീസസ് കഴിഞ്ഞ ദിവസം ഞാൻ പോയല്ലോ, 8 സെപ്റ്റംബറിൽ പോയി. അവിടുത്തെ ഉണ്ണിമേരി മാതാവിൻ്റെ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിരുന്നു, പടമൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻ്റുണ്ട്. ഞാൻ അവിടെ ഇവർക്കിടെ ഞാനൊരു സ്ഥലത്തൊരു ക്യാൻസറിന് പ്രാർത്ഥിക്കാനായിട്ട്, ഒരു ക്യാൻസറുകാരിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഒരാൾ പോയി. ദൂരം കണ്ട്, എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ ഒരാൾക്കാർ ചെല്ലുമ്പോൾ ഓരോരുത്തർ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ ഞാൻ പോയി. അപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ആ കോൺവെൻറ്റിലാണ് നിന്നിരുന്നത്. അവിടുത്തെ സിസ്റ്റേഴ്സിനെ നമുക്കറിയാവുന്ന ഒരു സിസ്റ്റർ, അറിയുന്നതിൻ്റെ പേർക്കാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവിടുത്തെ സുപ്പീരിയർ ആയിരുന്നു, സിസ്റ്റർ മരിയല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു, അതിന് കുഴപ്പമില്ല ജോസ്ഫിന, വന്നോ, താമസിക്കുന്നത് ഇവിടെ ഒക്കെ, ഒരു റൂം തരാം. പേടിച്ചരണ്ടൊക്കെയാണ് അതിനകത്ത് കിടന്നത്, എന്നാലും കിടന്നു. അപ്പോൾ ഉണ്ട്, എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അവിടെ അവർക്കൊരു ചെറിയൊരു ഹോമിയോ, ഇവരുടെ തന്നെ സിസ്റ്റേഴ്സ് ഹോമിയോ ഡോക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ മേടിക്കാം. പണ്ടത്തെ മാതിരിയുള്ള നമ്മുടെ ഈ മുൻവശത്ത് വരാന്തയും അതിനോട് ചേർന്ന് ഇങ്ങനെ ചുറ്റുവട്ടം ഇരിക്കാനുള്ള, ഒരു 10-20 വർഷം മുന്നേ നമ്മുടെ നാട്ടിലെ ഒരു ഇതായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാവുന്ന തടിയും കൊണ്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ, അതൊരു ഹിന്ദു സ്റ്റൈലാണ് ശരിക്കും, എനിക്കറിയാവുന്ന അങ്ങനെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ, മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു പാരപ്പറ്റ് മാതിരി വുഡൻ കാണത്തുള്ളൂ. പക്ഷെ അതിനോട് ചേർന്ന് തന്നെ ഇരിക്കാനുള്ള ഒരു ലേശം താഴ്ത്തി നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ. അപ്പോൾ പേഷ്യൻസ് വരുന്നവർ അങ്ങനെ അവിടെ ഇരിക്കും. കുറേ പേര് പാരപ്പറ്റിലിരിക്കും, പിന്നെ താഴെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം അതായിരുന്നു. കുറച്ച് റോഡിൽ നിന്ന് ഒരു ലേശം ഇങ്ങോട്ട് ഇത്ര ഇങ്ങോട്ട് ഇറങ്ങണം. അപ്പം ഇവരുടെ റോഡിൻ്റെ എതിർവശത്തുള്ള സ്ഥലം കുറച്ചിങ്ങനെ പോലെ തന്നെ ഈ മുക്കന്മാരുടെ വീടുകളാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ കടലാണ്. ഓക്കെ. അപ്പം അങ്ങനെയാണ് സംഭവം. അത് ഈ പൊഴിയൂരൊക്കെ കഴിഞ്ഞ ഓക്കിയോ ഏതാണ് ഓക്കിയാണോ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വെള്ളപ്പൊക്കം,
19 ആ വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവരുടെ കോൺവെന്റിൽ നിന്നൊക്കെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഭാഗത്തുള്ള എല്ലാം വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥലം കന്യാകുമാരിക്ക് പോണ വഴിയും കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരു ദിവസം ഞാൻ അവിടെ പോയ വഴിക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞ്, ജോസ്ഫിനെ തിരക്കി ഇവിടെ ഒരു അച്ഛൻ വന്നെന്ന്. ഞാൻ പൊഴിയൂർ പോയ വിവരം മാർക്ക് പറഞ്ഞോടാ, പിന്നെ എങ്ങനെ എന്നെ തിരക്കി അച്ഛൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏതച്ഛനാണ്? അത് ഞങ്ങളുടെ പിന്നെ കുറച്ച് അങ്ങാപ്പുറത്തുള്ളൊരു ഇടവകയിലെ അച്ഛനാണ്. അത് ഞാൻ പറഞ്ഞു എന്ത് പറ്റി? പുള്ളിക്കാരൻ സ്കൂട്ടറിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞ്, അപ്പം ഇവരുടെ തൊട്ടടുത്തൊരു കമ്മ്യൂണിറ്റി സെൻ്റർ ഉണ്ട്, അവിടെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു അവിടുത്തെ പ്രോഗ്രാം കടലാണല്ലോ, അതുകൊണ്ട് കാറ്റും കൊണ്ട് ഈ കടൽ നമ്മൾ പിന്നെ ഞാൻ ഒത്തിരി സൗണ്ടിൽ എനിക്ക് ഭയങ്കര ഒരു സൗണ്ടാണല്ലോ. സൗണ്ട് നല്ലതല്ലേലും ഒച്ച ഉണ്ട്. അതൊക്കെ 4 പേരെ കാറി പേടിപ്പിക്കാനാണേലും ഒച്ച. അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് പറയുമ്പോൾ അച്ഛൻ്റെ മേടയിലിരുന്ന് അച്ഛൻ എൻ്റെ ടോക്ക് കേട്ടു ഓടി വന്നു ഇവിടെ വന്നിട്ട് ക്ലാസ് പറയാം. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, ക്ലാസ് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെയും പോയി. ഇങ്ങനെ ഈ ഓരോ പള്ളികളിലും പോയി. ഈ മുക്കോന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമാണ്. അവർ കടലിലും വിശ്വസിക്കുന്നുണ്ട്. കടലമ്മ ചതിക്കത്തില്ലെന്നാണ് പറയണേ. അപ്പം അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോഞ്ച് ഫെയ്ത്താണ്, കാത്തലിക്സ് ആണ്. പക്ഷേ അവർ ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, റാമ്പൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോകുമ്പം മീൻ കിട്ടാൻ വേണ്ടി അവർ കൂടോത്രം ചെയ്യും. ഓക്കെ, കൂടോത്രം ചെയ്യും. ഏതാണ്ട് മന്ത്രവാദം കൊണ്ടൊക്കെ അടുത്ത് പോയി, എന്താണെന്ന് അതിൻ്റെ വല്ല ഫലം ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അവർ പോയി അങ്ങനെ കാര്യങ്ങൾ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, പിന്നെ ഇപ്പം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒക്കെ ഒരു ധാരണ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടായി. ഒരാൾ ഇങ്ങനെ ഈ കാലിനിടെ കൂടെ ഈ എന്താണ് നമ്മുടെ തമിഴ്നാട്ടിലെ ആൾക്കാർ ഇടുന്ന കണക്ക് സാരി ഉടുത്തിട്ട് അത് പിന്നാമ്പുറത്ത് കൊണ്ടുവന്ന്, ആന്ധ്രാപ്രദേശിലാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്, ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ അവർ ഇങ്ങനെ എടുത്ത് പുറകുവശത്ത് കൂടെ കുത്തിയൊക്കെ വെക്കുന്ന ഒരു അത്ഭുതമ്മ എന്നാണ് ആ പേര്. അത് ഇന്നെന്നാണൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അതിന് വേറെ കാര്യമുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പിന്നെ എന്താണ് അവർ പറഞ്ഞു എനിക്ക് 90 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞു. ഞാനിവരെ അടിമുടി നോക്കി. എൻ്റെ മനസ്സരിക്കുക കൗൺസിലിങ്ങിന് വന്നാൽ. ഞാൻ ചോദിച്ചു 90 ലക്ഷം ഇവർ ആയുസ്സിൽ കണ്ട് കാണത്തില്ല, മുഴുവൻ വർഷം ജീവിച്ചെടുത്ത്, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് 90 ലക്ഷം കടം വരുന്നത്? ഇപ്പം ഒരു കൂടോത്രം ചെയ്യുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആരെ പിടിച്ചാൽ വീട് കിട്ടുമെന്നും പറഞ്ഞ് നോക്കി നടക്കാമെന്ന് പറഞ്ഞില്ല, നമ്മൾ മറ്റു പലതും ചെയ്തു പോകും അറിയാപ്പുറത്ത്. പിന്നെ ഇതിപ്പം എന്താണ്, മറന്നു പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, അതൊക്കെ പറയാൻ വിട്ടുപോയി. അന്നേരം സോഫിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് പോയതാണ്. ഈ ദീപ്തി മാർട്ടിനോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഒരു പ്രശ്നം, ഞാനിപ്പോൾ പറഞ്ഞത് എവിടെയാണെന്നൊന്ന് നിർത്തിയത് എനിക്കൊന്ന് ഓർപ്പിച്ച് തരണേ. നമ്മൾ പറഞ്ഞ അദ്ഭുതമ്മയുടെ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൊഴിയൂർ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ പാപം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ അല്ല, നിങ്ങൾക്ക് ചെറിയൊരു കാര്യമാണെങ്കിലും അത് നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഭയങ്കര കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഭയങ്കര പെട്ടെന്നൊരു തോട്ട്സ് എന്തെങ്കിലും വന്നപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലങ്ങനെ പോകും. അല്ല, പാപങ്ങൾ ചെറിയൊരു പാപം ചെയ്തു പോയാലും അത് കുറ്റബോധം, ദൈവമേ ഞാനത് ചെയ്തു പോയല്ല, പാപം ചെറുതായിരിക്കും, അതിനേക്കാളും വലിയ ഭാരമാണ് നിങ്ങൾക്ക് കുറ്റബോധം എന്നുള്ള ഒരു സംഭവം. അങ്ങനെയാണോ? കർത്താവ് പറയുന്നു പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമുക്ക് പാപം നമ്മൾ ചെയ്യും. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മാലാഖമാരല്ല, വിശുദ്ധരല്ല. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളും നമുക്ക് കൂടുതലാണ് ഇപ്പോഴത്തെ ഈ പ്രത്യേക ഈ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ചെയ്തു കഴിയുമ്പം അപ്പം തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല, കുറച്ച് ടോക്കുകൾ ഇട്ടിട്ടുണ്ട്, അത് വല്ലപ്പോഴും നിങ്ങൾ കാണുക. എന്തായാലും എനിക്ക് എൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. എങ്ങനെയാണ് ഈ കുറ്റബോധം നമ്മളെ ഭരിക്കാതിരിക്കേണ്ടത്? കുറ്റബോധം, പശ്ചാത്താപം, പാപബോധം ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ കുറ്റബോധം പിശാചാണ് തരുന്നത്. അവൻ്റെ ഒരു കൈ നമ്മുടെ തലയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കുറ്റബോധം മനസ്സിൽ നീ ചെയ്തില്ലേ, ഇനി നീ വലിയ ദൈവത്തിൻ്റെ ഒരിക്കൽ പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്തായി, നീ ചെയ്തില്ലേ, ദൈവം ഇനി പൊറുക്കുവോ? 1 നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്
അങ്ങനെ ചെയ്തോളൂ. ഇനിയിപ്പോ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും ചെയ്തുകൊണ്ട് വീണ്ടും ചെന്നുകൊണ്ട് ഈശ്വരന്റെ അടുത്താന്ന് പറയുമ്പോൾ ഞാൻ എന്ത് യോഗ്യതയുള്ള അങ്ങനെ എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട് അതെ, ഒരു കാര്യം. എവിടെയെങ്കിലും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഏതായാലും നീ ഒരെണ്ണം ചെയ്തു, ഒരു പ്രാവശ്യം ചെയ്തു, എന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ ചെയ്തോ, ഏതായാലും പിന്നെ എന്താണേലും കുമ്പസാരിക്കണമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ഈ ഒരു ചിന്തയിൽ നിന്നുണ്ടാകും. അങ്ങനെ തോന്നാറുണ്ട് ആർക്കെങ്കിലും? ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ആർക്കെങ്കിലും തോന്നാറുണ്ട് അത് ദൈവത്തിന് സമർപ്പിക്കുക. അങ്ങനെ തോന്നുമോ? ഇത് ചെയ്യണമെന്ന് തോന്നാറില്ല. പക്ഷേ ഈ ചെയ്തത് തന്നെയാണ് ഈ പറഞ്ഞ തന്നെയാണ് കുമ്പസാരത്തിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്തത് പറയാനുള്ളൂ. അതെ, അതാണ് അതായത് ഏതെങ്കിലും എന്താണേലും ചെയ്തു പോയി, എന്നാ പിന്നെ കുഴപ്പമില്ല, ഇനിയും കൂടെ ചെയ്തോ എന്നുള്ള ഒരു തോന്നൽ അങ്ങനെ അങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യുക എന്നുള്ളത്, നമ്മൾ മനുഷ്യരുടെ പാപം ചെയ്തിരിക്കും. പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് അപ്പം തന്നെ പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലോട്ട് ഈ നമ്മുടെ വീക്ക്നെസ്സിനെ സമർപ്പിക്കുക, ചെയ്ത പാപത്തെ സമർപ്പിക്കുക, അതിനെ അവിടെ നിർത്തണം. അങ്ങനെ നമ്മൾ അവിടെ നിന്നില്ല, ഇതിങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു നുണ പറഞ്ഞു എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറുതായിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പം ഭർത്താവിൻ്റെ ആയിരിക്കും, അല്ലെ കുഞ്ഞുങ്ങളെ ഒന്ന് തല്ലിയതായിരിക്കും. അതുപോലും നിങ്ങളെ വിഷമിപ്പിക്കും, പിന്നീട് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് പൈശാചികമായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. നമ്മളെ ദൈവത്തിലോട്ട് അടുക്കാനുള്ള അവസരത്തെ നമ്മൾ ഇതിനെ ഓർത്ത് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഈ പ്രേരണ തൊട്ട് മുമ്പ് നല്ലൊരു ശബ്ദം കേട്ടിട്ടുണ്ട്. നല്ലൊരു അപ്പൊ ഞാന് നല്ലൊരു അങ്ങോട്ട് ഒരു പിള്ളേരും പ്രകടനം വന്നിട്ടുണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കർത്താവ് ഇത്രയും പ്രകടനം വെച്ചിട്ടുള്ളൂ, ഞാൻ നിന്റെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് കയറാൻ പോണേ. അങ്ങോട്ട് ഒരു പ്രകടനം സമാധാനത്തോടെ പള്ളിയിലൊക്കെ പോയി വന്നതാ. പള്ളിയിൽ വന്ന് ചെറിയൊരു പഠനവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റില് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയി പിള്ളേരോട് പഠിക്കുന്നത്. ഞാനല്ല പ്രശ്നം ഉണ്ടായത് എന്റെ അപ്പൊ ഞാൻ ഇടയ്ക്ക് കയറി വന്നു. ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ സംസാരിച്ച് ശാന്തമാവാൻ പറഞ്ഞത്, പക്ഷെ അങ്ങോട്ട് സംസാരം വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്രേയർ ഗ്രൂപ്പ് തുടങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞ വിചാരിക്കുന്ന കർത്താവ് ഈ ബഹളമൊക്കെ വന്നിച്ചുകൊണ്ടാണല്ലോ ഈ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണേ, ഇങ്ങനെ ചിന്തിച്ചുള്ളൂ. ഇപ്പൊ ദൈവം നിങ്ങളെ എത്രമാത്രം ആഴമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റ് അപ്പോഴാണ് പറഞ്ഞത്. എന്റെ സ്വഭാവം ഇവിടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം. കിട്ടുന്നത് ഞാൻ എന്തിന്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. പാപ്പ ഓക്കെ 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 ചാപ്പ്. അപ്പം പിന്നെ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവം തരാൻ ഉദ്ദേശിച്ച വിടുതലോ അല്ലെങ്കിൽ ആ ഒരു കാര്യം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് കയറി കട്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു വേദനയിലാണ് ഇരുന്നതെന്ന് കർത്താവ് കണ്ടില്ലേ ദീപ്തി? അതുകൊണ്ടാണല്ലോ അപ്പം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്, നിങ്ങളുടെ അടുത്താണ് ദൈവം ഉള്ളത്, നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്, നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്, അനുകമ്പയുണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? എന്തോ അപ്പം അതാണ് ഈ ഗ്രൂപ്പില് ഓരോ മനുഷ്യരും എന്ത് കാര്യമാണ് ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കുന്നത്, അല്ലെ എന്തിനാണ് ബോധേഡായിട്ടിരിക്കുന്നത്, അതെല്ലാം ദൈവം കാണിച്ചു തരികയാണ് നമ്മളെ. മനസ്സിലായില്ലേ? അപ്പം അത് നമ്മളെല്ലാവരും ഈ ദീപ്തിക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഇനി ഒരു കാര്യത്തിൽ ഭാര്യയും ഭർത്താവാണെ വഴക്കുണ്ടാകും, മക്കളെ എപ്പോഴും അമ്മയും അപ്പനും മനസ്സിലാക്കിയെന്ന് പറ്റില്ല, മനസ്സിലാക്കിയെന്നിരിക്കില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചും. പക്ഷെ കുടുംബമാകുമ്പോൾ വീഴുക എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇത് പാപത്തിന്റെ കാര്യം പറഞ്ഞ കണക്കാ. വീണ അവിടെ കിടന്നുരുണ്ട്, എന്നാ ഇനി ഇത്രയും ചെയ്തില്ലേ, 10 പ്രാവശ്യം കൂടെ പിന്നെ ഇത് ചെയ്തേക്കാം, അങ്ങനല്ല. ഓരോ തവണയും പാപം ചെയ്ത് കഴിയുമ്പോൾ, അല്ല നമ്മൾ ദൈവത്തിനെ ഹേർട്ട് ചെയ്തു, നമ്മുടെ വാക്കാൽ പ്രവൃത്തിയാൽ ഉപേക്ഷയാലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പറയേണ്ടതാണ്, ഈശോയെ തെറ്റിപ്പോയി, സ്റ്റേ വിത്ത് മീ, എന്നെ ഉപേക്ഷിക്കരുത്, ഡോണ്ട് അബാൻഡൺ മീ, എനിക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരണമേ, ഇനിയത്തെ പ്രാവശ്യം അങ്ങേ സ്നേഹത്തെ പ്രതി ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെയുള്ളൂ. പാപം ചെയ്യാൻ എല്ലാവർക്കും ത്വരയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്പം പറയാം, അങ്ങേ ഓർത്ത് ഞാനിത് ചെയ്യുന്നില്ല, ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങേക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു മനുഷ്യത്തെയാണ്, എനിക്ക് എൻ്റെ വീക്ക്നെസ്സസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇൻഹറൻ്റായിട്ട് കിട്ടിയതായിരിക്കാം, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതായിരിക്കാം, നമ്മുടെ ലിവിങ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയതായിരിക്കാം. അങ്ങനെയൊക്കെ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ ആണെങ്കിൽ
നമ്മളത് ഒന്നും തെറ്റാണെന്ന് പോലും ധരിക്കാതെ നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് ദൈവത്തിന് കൊടുക്കുക. ദെൻ യു ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. ദൈവത്തിൻ്റെ കയ്യിൽ കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? നിന്റെ പാപങ്ങളെല്ലാം ഞാൻ എൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നാണ്. കിഴക്ക് പടിഞ്ഞാറിനോട് അകന്നിരിക്കുന്നത് കണക്ക് നിന്റെ പാപങ്ങളെ ഞാൻ അത്രമാത്രം അകറ്റി വെച്ചിരിക്കുന്നു. ദൈവം മുൻവശം മാത്രമേ കാണുന്നുള്ളൂ. അതായത് മുൻപോട്ടുള്ള നമ്മളെ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാം, നമ്മളെ ഉപയോഗിക്കാന്ന് വെച്ചാൽ നോട്ട് യൂസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെ എങ്ങനെ ആത്മീയമായിട്ട് വളരാൻ സഹായിക്കാം, നമ്മളെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയട്ടെ. അപ്പം എങ്ങനെ ഇതൊക്കെയാണ് ദൈവം കാണുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരു പാപം ചെയ്തെന്നും പറഞ്ഞ് ഇതെല്ലാം കൂടെ ഓരോ പ്രാവശ്യം കാണുമ്പോൾ, പണ്ടൊക്കെ ഞാൻ കുമ്പസാരത്തിൽ പോകുമ്പോഴത്തേക്കേ അച്ഛന്മാരെ കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ സാധാരണ ഞങ്ങളുടെ ഇടവകയിൽ കുമ്പസാരിക്കാറില്ല. കാരണം വല്ല പിന്നെ അങ്ങനെയുള്ള വേറെയുള്ള ആശ്രമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയൊക്കെ പോകും. കാരണം അല്ലാത്ത സമയത്തെല്ലാം അച്ഛന്മാരുമായിട്ട് കളിയും തമാശയും പറഞ്ഞിരുന്നേച്ച് പാപം ചെന്ന് പറയുമ്പോൾ അച്ഛൻ എന്നെക്കുറിച്ച് എന്ത് തോന്നും എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. ഞാൻ എന്താ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ തോന്നുമല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ പോകുമായിരുന്നു. പിന്നീട് എനിക്ക് ഞാൻ ഈ കൗൺസിലിങ്ങിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ആ വ്യക്തിയെ പിന്നെ കാണുമ്പം ചിലപ്പോൾ ആ കാര്യം നമ്മുടെ ഹൃദയത്തിലോട്ട് ഓർമ്മ വന്നേക്കാം. പക്ഷേ നമുക്ക് ഒരു നെഗറ്റീവ് വികാരവും ആ വ്യക്തിയുടെ പേരിൽ ഉണ്ടാവത്തില്ല. നമുക്ക് അവരോട് സിമ്പതിയെ തോന്നത്തുള്ളൂ. പാപം ചെയ്ത് വലഞ്ഞ് ഇപ്പം എൻ്റെ മകള് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അവൾ ക്രൂരതയാണ് നമ്മളോട് ചെയ്യുന്നത്. മറ്റൊരു മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്തോ ആണെന്ന് പറഞ്ഞാലും നമ്മളെ അത് ചെയ്യുന്നെങ്കിൽ എനിക്ക് അവളോട് എപ്പോഴും എനിക്കൊരു സിമ്പതി. അല്ലേ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാം, അവളിപ്പോൾ അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴിയെ അടിച്ചേക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ അത് അവിടെ തീർക്കാനുള്ള അല്ലേ ഉള്ളൂ. പക്ഷെ അതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അവരായിരിക്കുന്ന ആ ടെറിബിളായിട്ടുള്ള സിറ്റുവേഷനെ ഓർത്ത് നമ്മൾ സഹതപിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇതേ സഹതാപമാണ് ഈശോയ്ക്ക് നമ്മളോടും ഉണ്ടാകുന്നത്. നമ്മൾ പാപം ചെയ്തു, നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞു, അച്ഛന്മാർ ആരും നമ്മളെ ചില ഇൻസിഡൻസ് ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. ആൾക്കാർ പിന്നെ ചെയ്ത കാര്യങ്ങളും അതും ഇതൊക്കെ ഓർമ്മ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ കണ്ണുകൊണ്ട് അവരേതാണ്ട് പാപം ചെയ്തവരാണെന്നോ അല്ലെ അവർ ഇത്രയ്ക്ക് ചീത്തയാണെന്നോ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കാലത്തെ അച്ഛന്മാരെ കുറിച്ച് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഈയിടെ ഒരു അച്ഛനുമായിട്ട് സംസാരിച്ച് കൗൺസിലിങ്ങിന് വിളിച്ചു. അച്ഛൻ എനിക്ക് കാണിച്ചു തന്നത് ഇതിനകത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാനങ്ങ് പറയാം, അറിയട്ടെ ആൾക്കാരും. ഇപ്പോൾ ഒരു ഫ്രണ്ട് പ്രായമുള്ള ആൾ തന്നെ വലിയ മാതൃവേദിയുടെ ഒക്കെ വലിയ ആളായിരുന്നു. ആ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഈ പുള്ളിയോട് എനിക്ക് ഇത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ അവരുടെ ഏറിയാലുള്ള ഒരു പുരോഹിതൻ തന്നെയാണ്. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ അതിന് ജോസ്മിനെ ആരാപ്പോൾ കുമ്പസാരിക്കാൻ പോകുന്നത്, ആ അച്ഛന്മാരൊക്കെ ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും കഥയല്ല, നമുക്ക് എല്ലാവരെയും കൂടെ ഒരു ഇതിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അന്നേരം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഇങ്ങോട്ടൊരു കാര്യം കാണിച്ചു തന്നു. ഇത് കുറേ അച്ഛന്മാർ കേൾക്കട്ടെ, നിങ്ങൾ ഇനി അറിയുന്ന വല്ല അച്ഛന്മാർക്കൊണ്ട് അയച്ചും കൊടുത്തു, എനിക്ക് പ്രശ്നമില്ല, എന്നെ അവർ അക്യൂസ് ചെയ്യണേ ചെയ്തോട്ടെ. ആ അച്ഛനെ ഞാനൊരു 21 ലേഡീസുമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഈ വർഷം ഉണ്ടായ സംഭവം. അച്ഛൻ പറഞ്ഞു, അങ്ങനെ എല്ലാവരുമായിട്ടും ഫിസിക്കൽ ഒന്നുമില്ല, ഞങ്ങൾ ചാറ്റ് ചെയ്യുമെന്ന്. സെക്സ് ചാറ്റാണ് അവർ ചെയ്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം, എന്നിട്ട് ഞാൻ 21 ലേഡീസിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇതൊരു പുരോഹിതൻ തന്നെയാണോ അതോ ഈ കൗൺസിലിങ്ങിൻ്റെ അന്ന് ആ പ്രാവശ്യം ലൈവ് ഞാൻ ഇട്ടിരുന്നല്ലോ, ഞാനും ഒരു ഞാനും കുഞ്ഞാടും എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ അച്ഛന്മാർ കേട്ടിട്ട് വല്ലവരെയും കമ്മീഷൻ ചെയ്തതാണോ എന്നോട് സംസാരിക്കാൻ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. കാരണം ഞാൻ അച്ഛനാണ്, ഇന്നടത്താണ്, അതായത്. പക്ഷേ പുള്ളി പുള്ളിയുടെ ഒരു ഡീറ്റെയിൽസും തരില്ല. ഇങ്ങനെ ഒരു ഏറിയയിലാണെന്ന് എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് തന്നെ പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊന്നും പുള്ളിയുടെ ഫോട്ടോ ഇടുകട്ടെ യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സർപ്രൈസായി. എന്തുകൊണ്ടാണ് ഒരു അച്ഛന്മാരെയും നമുക്ക് അക്യൂസ് ചെയ്യാനുള്ള വകുപ്പില്ലല്ലോ. ദൈവമല്ലേ അവരെ വിധിക്കുന്നത്, ഞാനാണോ വിധിക്കേണ്ടത്? അപ്പോൾ നമുക്കെന്തെങ്കിലും നേരിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ
അച്ഛൻ ഞാൻ കർത്താവിൻ്റെ കരുണയുടെ മറ്റൊരു ആട്രിബ്യൂട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തുടക്കമാണ്. ഇപ്പോൾ ഇത് പോണത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പ്രിയമക്കളെ, അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അപ്പം എനിക്കൊരു സന്ദേശം കർത്താവ് വീണ്ടും കാണിച്ചു തന്നു. ഇത് നിങ്ങളെ അച്ഛന്മാർ ഇങ്ങനെയാണെന്ന് പറയാനല്ല, ഒന്നൊരു പിന്നെ കെയർഫുള്ളായിട്ടിരിക്കുന്നതും നല്ലതാണ്, സംസാരവും നോട്ടവും ഭാവവും എല്ലാം. അപ്പം അച്ഛൻ എനിക്ക് പറഞ്ഞൊരു കാര്യം, അച്ഛനിങ്ങനെ മുൻവശത്ത് സ്ത്രീകൾ കുമ്പസാരിക്കാൻ വരുമ്പം അതൊരു പൈശാചികമാണ്. അച്ഛൻ അതിൽ നിന്ന് ദൈവം തീർച്ചയായിട്ടും മാറ്റിയിട്ടുണ്ടാവും. അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരെ മുഴുവനും നേക്കഡായിട്ട് കാണുമെന്ന്. കുമ്പസാരക്കൂട്ടിലെ ഒരു സ്ത്രീ കാണിച്ച കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എത്രയോ അച്ഛന്മാരെ 13 വയസ്സായപ്പോൾ ഒരാളെ എടുത്ത് വളർത്തിയത് അവിടെ കണ്ട് മധ്യ കേരളത്തിലുള്ള ഒരു സംഭവമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഇസ്രായേലിൽ കൊണ്ടുപോകുമോ, അവിടെ നിന്ന് നോക്കുമോ, എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറേ കഥകൾ കേട്ടിരുന്നു. അപ്പം ആ ഒരു കാര്യം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദീപ്തിക്കാണ് മെസ്സേജ്. ദീപ്തി ഇന്ന് മുതൽ നമ്മളെല്ലാവരും ദീപ്തിയുടെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി 2 മിനിറ്റ് ഒന്ന് സ്തുതിച്ചാൽ മതി. ദീപ്തി മാർച്ചിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇത് ഇനിയിപ്പോൾ ദീപ്തിക്ക് മാത്രമൊന്നുമല്ല, ഇത് നമുക്കും ഉണ്ട് ഈ രോഗമൊക്കെ. നമ്മളെ പിശാച് കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. നീ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ല, ഇതും വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ എന്ന്, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട്, നീ പാപിയല്ലേ. എന്നോട് ഈ ഒരു അടുത്ത കാലം വരെ, അത് ഈയിടെ ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ, പറയണമല്ലോ, ഈ ഒരു അടുത്ത കാലം വരെ സ്തുതിപ്പിൻ്റെ കാര്യം പറഞ്ഞ് എന്നോട് അകത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പറയുന്നത് ചേർത്താനെന്നറിയാം, ഞാൻ ഫേക്കാണോ ജെന്യുവൻ ആണെന്ന് തമ്പുരാൻ അറിയാം, എൻ്റെ ടോക്ക് കേൾക്കുന്നവർക്കും അറിയാം. യു ആർ ഫേക്ക്, യു ആർ ഫേക്ക്, ഇംഗ്ലീഷിലാണ് പറയണേ, യു ആർ ഫേക്ക്. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാനേ പോയിട്ടില്ല. ഞാൻ ഫേക്കാണോ എന്നല്ലെന്ന് വിധി വരേണ്ടത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ മെസ്സേജ് താഴെ എഴുതുമല്ലോ, വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട്. അവിടെ ഒരു മെസ്സേജ്, ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി നേരം കിടന്ന്, ഞാനൊരു 3/4 മണിക്കൂറേ ആയിട്ടുള്ളൂ എഴുന്നേറ്റിട്ട്. ഞാൻ കുറച്ച് വിശ്രമിച്ച് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാതൊക്കെ ഇരുന്ന് 2-3 രാത്രി ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ചെവിട് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഈ ചെവിട് ഇങ്ങനെ ആകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, അങ്ങ് ക്രിസ്തുരാജൻ്റെ പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ. ഇനി പറയുന്ന ആരോടെന്ന് ചോദിച്ചാൽ, ഇവിടെ എൻ്റെ ആൾക്കാരെ നിങ്ങൾക്കറിയാം, ആൾക്കാരിൽ നോക്കിയിട്ടായി പറയണം. പക്ഷേ അത് ഈശോയെ ചെവിട് ഇവിടെ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ശുശ്രൂഷ സമയത്തെങ്കിലും ഒരു റെസ്പൈറ്റ് ഇതാ ഈശോയെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇപ്പം അതാ പിശാചിൻ്റെ വഴി അതങ്ങ് പോയി പറയാൻ വന്നത്. എന്തായിരുന്നു പറഞ്ഞേ? നമുക്ക് ആ സ്തുതിപ്പ്, താങ്ക് യു. അവിടെ താഴെ എഴുതി വരികയാണ്, ഇപ്പം കഴിഞ്ഞ ആ സ്തുതിപ്പ് ഫേക്ക് ആയിരുന്നെന്നും പറഞ്ഞ് എഴുതി. ഇങ്ങനെ താഴെ ഒരാൾ മെസ്സേജ് ഇടാനായിട്ട് വെച്ചിരിക്കുന്ന കണക്ക് 2 ലൈനാണ് എഴുതിയിരിക്കുന്നത്. ഒരു ലൈൻ മൊത്തം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ മലയാളം ഫോണ്ട് ഉള്ളതല്ല. പിന്നെ താഴെ ഒരു ലൈനും കൂടെ എന്താണെന്ന് ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് കണ്ണിന് ഇത്ര പ്രശ്നം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് ആ സ്തുതിപ്പ് ഫേക്കായിരുന്നു എന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെറുത്താൻ എന്തൊക്കെ നമ്മുടെ ഫോണെടുത്ത് ആവശ്യമില്ലാണ്ട് കൈകാര്യം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ മകൾക്ക് വേണ്ടിയിട്ട്, ഇതൊരു വല്ലാത്ത ബേർഡനാണ്. ഞാൻ പറഞ്ഞ ആത്മീയ ബേർഡനാണിത്. അന്തരാത്മാവിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു ബേർഡനാണ് ഈ കുറ്റബോധം എന്നുള്ളത്. നിങ്ങളത് അത്ര നിസ്സാരമായിട്ട് എടുക്കേണ്ട, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നതാണ്, ദൈവത്തിനോട് അടുക്കാനുള്ള നമ്മളുടെ ആഗ്രഹത്തെ കെടുത്തുന്നതാണ്, ദൈവവുമായുള്ള അടുപ്പത്തിന് അകലം ഉണ്ടാക്കുന്നതാണ്. നമ്മളെ തന്നെ, ഇതൊന്നും ഇവരുടെ ഒരാളുടെ പ്രശ്നമല്ല കേട്ടോ. ഇനിയിപ്പം എന്തേരം പേര് ഇത് കേൾക്കാൻ പോണു, 50 പേര് കേട്ടാലും അവരുടെയും ജീവിതത്തിൽ അത് അനുഭവമായിരിക്കും. ഹല്ലേയ, 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 ഹല്ലേയ. ദീപ്തി മാർട്ടിനെ സമർപ്പിക്കുന്ന കർത്താവെ പ്രത്യേകം എല്ലാവരും ഒന്ന് സ്തുതിക്കുക. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. നിങ്ങൾ അവിടെ ആയിരുന്നു അങ്ങനെ സ്തുതിക്കണ്ട. ഹല്ലേയ, 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 ഹല്ലേയ. ദീപ്തി മാർട്ടിനെ സമർപ്പിക്കുന്ന കർത്താവെ വലിയൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേയ, 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 ഹല്ലേയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവെ, മഹത്വം കർത്താവെ. ഐ റിബ്യൂക്ക് ദാറ്റ് ബേർഡൻ ഫ്രം ഹർ ഹാർട്ട് ലോർഡ്. അവരുടെ ആത്മാവിലെ ആ ബേർഡൻ എടുത്ത് മാറ്റണമേ. ആ ഒരു ഹാബിറ്റ് എടുത്ത് മാറ്റണമേ. പൈശാചിക കൺട്രോൾ എടുത്ത് മാറ്റണമേ. I rebuke that evil spirit that is controlling her thoughts.
Let the precious blood of Jesus fall upon her and each one of us. Hallelujah, hallelujah, hallelujah. ഞങ്ങളുടെ മേലിൽ എല്ലാവർക്കും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Lord. Thank you, Jesus. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Thank you, Jesus. Amen. ആമേൻ, ആമേൻ. ഈ ദീപ്തിക്ക് ഓക്കെ, താങ്ക് യു എല്ലാവരും. ഈ ദീപ്തിക്ക് വലത്തെ മുട്ടിന് പെയിൻ ഉണ്ടോ? കർത്താവ് ഇപ്പം ആ സൗഖ്യം, എന്റെ പൊന്ന് ചങ്ങാതി, നീ എവിടെ ഇരിക്കുന്നത് ദീപ്തി? അവിടെ ബെഡ്റൂമിനെ വിട്. എവിടെ ഇരിക്കുന്ന ഭൂലോകത്ത് ഏത് കോണ്ടിനെന്റ് ചോദിക്കുന്നു? കാനഡയില്. ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ യൂറോപ്പിലാ ഉള്ളത്. ഇത് കാണുന്ന ഞാൻ കണ്ടു എന്നാണോ വിചാരിക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന എന്റെ കെട്ടിയവൻ എന്താ കാട്ടുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. പിന്നെ അല്ല, ഞാൻ കണ്ടു എന്നാണോ വിചാരിക്കുന്നത്? ആ വേദന ഈ നിമിഷം അത് എടുത്തു മാറ്റുന്നു. ഈ നിമിഷം എല്ലാവർക്കും, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, എല്ലാവരും ഒരു സ്തുതിയെങ്കിലും പറ ദൈവത്തിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആ ഹീലിംഗ് ഞാൻ എൻ്റെ കരത്തെ ആ മകളുടെ വലത്ത് മുട്ടിലേക്ക് നീട്ടുന്നു. ആ മകളുടെ വലത്ത് മുട്ടിലെ വേദന നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ലഭിക്കുന്നതിന് മുൻപ് തന്നെ, ചോദിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കാമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അത് കർത്താവിനെ ഇടം വല്ലതും തെറ്റാറില്ല കേട്ടോ. നമ്മളെ ഒരു മനുഷ്യത്തേനെ മുഴുവനോടെ കാണുക എന്നുള്ളതല്ല. ഇടത്ത് കാലിനാണ് പിന്നെ വലത്ത് കാലിനാ പ്രശ്നമെങ്കിൽ ഇടത്ത് കാലിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ പോയി ഹീലിംഗ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദൈവം എനിക്കുണ്ട്, ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. ഇന്നലെ ചാപ്പലിൽ ഇരുന്നപ്പോ എനിക്ക് കുറച്ചു നേരം കാല് മടങ്ങി നീ വൃത്തിയിച്ചില്ലെങ്കിൽ ഭയങ്കര വേദന കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ ഈ ചാപ്പലിൽ ഇങ്ങനെ മടക്കി വെക്കുമ്പോ എന്നിട്ട് പിന്നെ ഞാനത് ഒന്ന് തിരുമ്മിയൊക്കെ വെച്ച് എന്തിപ്പോ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ അത് ഇടയ്ക്ക് പെട്ടെന്ന് വരും ആ വേദന. കെട്ട് വന്ന് ചിലപ്പം ഭയങ്കര നടക്കുന്ന പാടായിരിക്കും. ശബ്ദം കേൾക്കും, ശബ്ദം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഏതായാലും കർത്താവ് എനിക്ക് അങ്ങനെ കാണിച്ചു തന്നു. വലത്ത് കാലിന് വേദനയുണ്ട് എന്നും പറഞ്ഞ് കാണിച്ചു തന്നു. സൗഖ്യം കൊടുക്കുന്നു. വേദന ഉണ്ടെന്ന് കർത്താവ് അങ്ങനെ കാണിച്ചു തരുന്നെങ്കിൽ എൻ്റെ വേദന കൊണ്ട് നീ അവിടെ ഇരിക്കാനല്ല കാര്യം. ദൈവം ഹീൽ ചെയ്യുന്നതാണ് എനിക്ക് ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. മേഴ്സി, മേരി രണ്ടുപേരും വെൽക്കം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഹീലിംഗ് മുഴുവനായിട്ട് ഏറ്റെടുക്കുക, റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഇന്ന് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വേദന ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സാക്ഷ്യം ഇട്ടോളൂ ഗ്രൂപ്പിൽ. മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കും, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഞാൻ അവിടെ അത്ഭുതാമ്മയുടെ അടുത്ത് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് 90 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ സ്ത്രീനെ കണ്ടിട്ട് 90 ലക്ഷം പോയിട്ട് 90,000 രൂപയുടെ വകുപ്പില്ല? ഞാൻ പറഞ്ഞല്ലോ, സാരി എല്ലാം കൂടെ കാലിനിടെ കൂടെ പിന്നാമ്പുറത്ത് കൂടെ ഇങ്ങനെ വെച്ച് ഓരോ വീടുകളിലൊക്കെ. എന്നിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 2 ദിവസമായി ചായ കുടിച്ചെന്ന്. 2 ദിവസം ചായ കുടിക്കാതെയും ഭക്ഷണം ഇല്ലാണ്ട് അവർക്ക് അതുപോലും മേടിക്കാനുള്ള പൈസയില്ല. അവിടുത്തെ ഇടപാട് ഞാൻ പറഞ്ഞുതരാം, കൂടോത്രം ചെയ്യാനുള്ള എൻ്റെ കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയതിടത്തോളം. ആർക്കോ ഒരാൾക്ക് ഇങ്ങനെ നൗസിയ ഫീലിംഗ് കൂടെ ഉണ്ടാകുന്നു. ഇന്നിപ്പം ക്ലാസ് പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നു. രാജാവാണല്ലോ സൗഖ്യം. നൗസിയ ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ദൈവം അതിന് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്. അല്ല, നിങ്ങൾ ആരും ഏറ്റെടുക്കുന്നില്ല അല്ലേ? എല്ലാവരും അതെ അല്ലേ? കർത്താവ് അതും കൂടെ നിങ്ങളുടെ കുടുംബത്ത് തന്നെയാണ് ഇന്ന് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം സൗഖ്യം കൊടുക്കുന്നുണ്ട്, അത് ഏറ്റെടുത്തോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു 2 ദിവസമായിട്ട് ചായ പോലും കുടിച്ചില്ലെന്ന് പറയുമ്പം അവർ 2 ദിവസമായിട്ട് ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ 2 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ലെന്ന്. അത്രമാത്രം അവർക്ക് വിഷമമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകൻ ഒരു വലയും വള്ളവും എടുത്തു വാടകയ്ക്ക്. അതായത് അവിടെ ഈ മൂക്കന്മാരുടെ ഇടയിൽ അവരൊരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ടൊക്കെ പ്രോജക്റ്റൊക്കെ ഉണ്ട് അവരെ കരകയറ്റി കൊണ്ടുവരാൻ. പക്ഷെ അവരൊരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒന്നാമതെ കുടിയുടെ ഒരു വലിയൊരു മേജർ ഇഷ്യൂ ആണ്. പിന്നെ
അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഇവർ കുടിച്ച് നശിപ്പിക്കും. നല്ലതായിട്ട് കിട്ടിയാൽ എന്തെങ്കിലും പൈസ ലേലത്തിൽ പോകുമ്പോൾ ബാക്കിയുള്ളത് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ഈ 15 വരുന്നത്. 100 രൂപയ്ക്ക് 15 റുപ്പീസാണ് പലിശ. അങ്ങനെ അവർ എടുക്കും. 11 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവരുടെ മകൻ മുക്കുവനാണ്. ഇവരുടെ മകൻ ഒരു വള്ളവും വലയും വാങ്ങി. അത് ഈ കൂടോത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവനെതിരായിട്ട് ആരാണ്ട് ഏതാണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞു ഒരു ദിവസം മീൻ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് അതൊക്കെ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. കേട്ടതുകൊണ്ട് രണ്ടായിട്ട് വടി ഒടിക്കുന്ന കണക്ക് രണ്ടായിട്ട് വിറകൊടിക്കുന്ന കണക്ക് രണ്ടായിട്ട് മുറിഞ്ഞ് വള്ളം പോയി. ഇവനും വലയെല്ലാം അകത്തായി വെള്ളത്തിൽ പോയി. പിന്നെ അയൽപക്കത്തൊക്കെ വെള്ളങ്ങളുണ്ടാകുമല്ലോ. അങ്ങനെ അവർ വന്ന് രക്ഷിച്ച് മകനെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പൈസ കൊടുക്കാൻ പറ്റാണ്ട് ആ 11 ലക്ഷമാണ് പ്രിയമക്കളെ 90 ലക്ഷമാക്കി മാറിയത്. 11 ലക്ഷം കാരണം 10ഉം 15ഉം 15ആണ് മിനിമം. അവിടെ 14ഉം 15ഉം ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളത് പൈസ എടുത്തത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ വന്നു. അപ്പം ഏതായാലും കൊള്ളാം. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അടുത്തുള്ള അച്ഛന്മാർ ക്ലാസ് കേട്ടിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അവരുടെ മേടയിലിരുന്ന് ഈ കടലിൻ്റെ കാറ്റിൽ സന്ദേശം അച്ഛൻ്റെ അടുത്ത് ചെന്നു. അതാരാണ് അവർ, എനിക്ക് വേണം അവരെ ക്ലാസ് കൊടുക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ പ്രോഗ്രാമല്ല ഒരുക്കി. ഒരു ദിവസം ഞാൻ അവിടെ കിടക്കുമ്പോഴത്തേക്ക് ഒന്നാമതെ പേടിച്ചാരണ്ടാ കിടക്കുന്നത്. അപ്പം ഞാൻ ആരാണ്ട് ഒരു കന്യാസ്ത്രീയുടെ ഒരിക്കൽ പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ വന്ന് അവിടെ 2 ഗസ്റ്റ് റൂമാണ്, 2 ഇതുണ്ട് അവിടെ കിടക്കാൻ. എനിക്കങ്ങനെ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഉറങ്ങാനും പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം ടോക്ക് ഉണ്ടാവും. ഞാൻ 15 ദിവസം ആ കോൺവെൻറ്റിൽ താമസിച്ചത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് റോഡിൽ കൂടെ അങ്ങ് ദൂരെ ഏതാണ്ട് വലിയ ശബ്ദം എരച്ച് വരുന്നത്. ഞാൻ പേടിച്ചിങ്ങനെ കണ്ണും തുറന്നിട്ട് ഇങ്ങനെ ശവം പോലെ അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. അതിങ്ങനെ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ വരികയാണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് എൻ്റെ ഈശോയെ ഇവിടെ കിടന്നിട്ട് ഉറങ്ങാനും. അന്ന് റോഡിൻ്റെ ആ ദിക്കിലുള്ള റൂമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഫ്രണ്ടിൽ. എന്നിട്ട് നോക്കുമ്പോൾ എന്തേ അടുത്തടുത്ത് വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഏതെല്ലാം ഇങ്ങനെ ഒരു മാനസാന്തരം മനുഷ്യർക്ക് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടത്. ഏതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പള്ളികൾ അടുത്തടുത്താണ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഈ വീട്ടിലുള്ള കുറച്ച് പേര് ആ പള്ളിയിൽ പോകുന്നുണ്ട്, അയൽപക്കക്കാർ വേറൊരു പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ എല്ലാവരും കൂടെയുണ്ട്. എന്തെന്നാണെന്നറിയാമോ? ആ കൊച്ചു വെളുപ്പാൻ കാലത്ത് എല്ലാവരും കൂടെ ഞാൻ ഈ ടോക്ക് കൊടുത്ത ആ മെയിൻ അവിടെ കത്തീഡ്രൽ പള്ളി പോലെ അവിടെ കൂടി. എന്നിട്ട് അതിൻ്റെ അവിടുന്ന് ചുറ്റുമുള്ള പള്ളികളിൽ നിന്നുള്ള ആൾക്കാർ 3 മണി സമയത്ത് അവിടെ കൂടി. വെളുപ്പിനെ 3 മണിക്കത്തെ കാര്യമായി പറയണത്. എന്നിട്ട് അവിടെ നിന്നുള്ള ആൾക്കാർ പിന്നീടുള്ള പള്ളികൾ എല്ലാം കൂടെ ചേർന്നിട്ട് നേരെയായിട്ട് ഇവരിങ്ങനെ കടൽത്തീരത്തിൻ്റെ അങ്ങോട്ട് നടന്നു വരികയാണ്. അവിടെ നിന്ന് വന്ന് പിന്നെ അവർ തിരിച്ച് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഈ പോവുകയും വരികയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒരു ക്ലാസ് കൊടുത്തിട്ട് ഇത്ര മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. നമ്മളെല്ലായിടത്തും കരുണക്കൊന്ത നാട്ടിൽ മുഴുവനും തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ പല രാജ്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ എപ്പോഴും എൻ്റെ ടോക്കിനകത്ത് വരുന്നുണ്ടാവുമല്ലോ. കോഴിക്കോട്, വയനാട്, മാനന്തവാടി എന്ന് വേണ്ട അമ്പലവയൽ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ, വൈത്തിരി, ലക്കിടിയിൽ അവിടെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണിമേരിയാണ് ആ സിനിമാ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് കാലങ്ങൾക്ക് മുൻപ്. ഇപ്പം അതൊരു സെമിനാരി ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങനെ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ഇത് 3 മണിക്ക് എഴുന്നേറ്റ് അവർക്ക് വെള്ളം പോലും പൈപ്പിൽ നിന്നുള്ള വെള്ളമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വെള്ളം പിടിക്കണമെങ്കിലും വെളുപ്പിനെ എഴുന്നേറ്റ് നിന്നാൽ എരച്ച് വലിയ അട്ടഹസിച്ച് ഈശോയുടെ അതിദാരുണമായ, ഇവിടെ നിന്ന് പറയാൻ വയ്യ, ഇപ്പം താഴത്തെ ആൾക്കാർ ഇപ്പം ഇങ്ങ് പോരും. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി എന്ന് പറഞ്ഞ് കരുണക്കൊന്തയും ചൊല്ലിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണോ പറയണത്, ഇതൊന്നും അല്ല എനിക്കിന്ന് എനിക്ക് ക്രിസ്തുരാജനെക്കുറിച്ച് പറയാൻ ഞാൻ മനസ്സിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തിങ്ങി വന്നാണ്. പോട്ടെ. അപ്പം ഒരു മനുഷ്യൻ എന്നെ കൊണ്ട് തിരിച്ച് തിരുവനന്തപുരം തമ്പാനൂർ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഷനാണ്. തിരുവനന്തപുരത്തിൻ്റെ നെഞ്ചിലാണ് അതിരിക്കുന്നത്. അപ്പോൾ നേരെ എതിർവശത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് സെൻട്രൽ സ്റ്റേഷനുമാണ് തിരുവനന്തപുരം. അപ്പം
എന്നെ അങ്ങോട്ടേക്ക് ഇവിടുന്ന് 1-1.25 മണിക്കൂറുണ്ട്. മിനിമം 1.25 ഡിപ്പെൻഡിങ് ട്രാഫിക് 1.5 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും. ഈ കടൽത്തീരത്തുനിന്ന് ഇവിടെ പൂവാറ്, പുളിങ്കുടി നിങ്ങൾ ആ സ്ഥലമൊക്കെ കേട്ടിട്ടുണ്ടാവണം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ വിഴിഞ്ഞവും കാണാൻ പറ്റും. ഏതായാലും കൊള്ളാം. അവിടേക്ക് പോയപ്പം ആ ഡ്രൈവർ എന്നോടൊരു കാര്യം പറഞ്ഞു. ഡ്രൈവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അതേ ചേച്ചി, ഈ 2 ആഴ്ച ചേച്ചിയുടെ കാര്യമാണ് മുക്കന്മാരുടെ ഇടയിൽ കടൽ തീരത്ത്, മുക്കന്മാരെന്ന് അവൻ പറഞ്ഞില്ല, ഞാൻ പറയുകയാണത്, കടൽ തീരത്ത് ആൾക്കാരെല്ലാം കൂടെ സംസാരിക്കുന്നത്. ഞാൻ ഞടുങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇനി ഇവരെൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണോ പറയുന്നത്, എൻ്റെ മേക്കപ്പിനെ കുറിച്ചാണോ പറയുന്നത്? ഈ മുക്കന്മാരെല്ലാവരും കൂടെ അവർ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഇരിക്കുമല്ലോ, വെള്ളത്തിൻ്റെ നിഴലിലൊക്കെ ഇരിക്കുമല്ലോ ചൂട് സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പോൾ കുറേ പേര് മീൻ പിടിക്കാൻ പോകും, പിന്നെ അത് വലിച്ചു കയറ്റാനായിട്ട് കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടാകും. എല്ലാവരും എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, വല്ലാത്ത കഷ്ടമായിപ്പോയി ചേച്ചി, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഓട്ടമായിരുന്നു, ഞാൻ ടാക്സി ഡ്രൈവറല്ലേ, എനിക്ക് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു പിന്നെ എന്നൊക്കെ അവൻ പറഞ്ഞു. കന്യാസ്ത്രീയിൽ വിളിച്ചു തന്ന ടാക്സിയാണ് ഇത്, നമുക്കവിടെ ആരെയും അറിയില്ലല്ലോ. അപ്പം അവർ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. എന്ത് സംഭവിച്ചു? എന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ലപ്പോൾ അവരെന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? അത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്, ഇറ്റലിയിൽ നിന്നാണ് ഉള്ളത്. ആ പുള്ളി ഇവിടെ വരിക, അൾത്താരെ കയറുക, ടോക്ക് കൊടുക്കുക, ഇറങ്ങിപ്പോവുക, പ്രൈസലോട് പറയുക, ടോക്ക് കൊടുക്കുക, പ്രൈസലോട് പറയുക, ഇറങ്ങിപ്പോവുക. അപ്പം ഇതിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചു. അത് കുഴപ്പമല്ല, അവർ പറയുന്നത് പാട്ടില്ല, തമ്പാറടിയില്ല, ബഹളമില്ല, മ്യൂസിക് ഇല്ല, അവിടെ ആരും ഒരു അനക്കവും കേട്ടില്ല. പുള്ളി ഇങ്ങനെ വരും, അച്ഛൻ പിന്നെ പാൻറ്റും ഷർട്ടും ഇട്ടും ഒരു ഷോള് ഞാൻ എപ്പോഴും കഴുത്തിൽ കൂടെ നാട്ടിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വേണമല്ലോ, അത് ഞാൻ അങ്ങനെ ഇട്ടേക്കും. പിന്നെ ചുന്നി, അതല്ല നമ്മുടെ സൽവാർ കമ്മീസിൻ്റെ സാമാനം, അപ്പോൾ അതെടുത്ത് കഴുത്തിൽ കൂടെ ഇട്ടേക്കും. അപ്പോൾ പാൻറ്റ് ഇടുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത് അത്യാവശ്യമാണ്, ആൾക്കാരെ കയറുകയാണ്. അപ്പോൾ ആൾക്കാരിൽ അപ്പോൾ അച്ഛൻ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നെ പുള്ളിയുടെ കാര്യം പറയും. അതിനകത്ത് ഇതുപോലെ ഒരു ശുശ്രൂഷ ഈ കടൽ തീരത്ത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന്. അതിനിപ്പോൾ ഞാനെന്താ പറഞ്ഞതെന്ന്? ഞാൻ ദൈവകരുണയെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാതെ ഞാനൊരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. സാക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും, കാരണം ഈമാരി വന്നിട്ട് ഒരുത്തി അവിടെ നിന്നേച്ച് കരുണക്കൊന്തയെക്കുറിച്ച് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഞാൻ ചോദിക്കും ചിലടത്ത് സാക്ഷ്യം പറയണമെന്ന്. അത് ദൈവാത്മാവ് തീരുമാനിക്കുന്ന, നമുക്ക് എപ്പം ആകാംക്ഷ ഉണ്ടാകും, എങ്ങനെയാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നുള്ള. ഇപ്പം നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ, നിങ്ങളൊക്കെ പിന്നെ കുറേ പേര് കേട്ടിട്ടാണ്, എൻ്റെ വീഡിയോകളൊക്കെ കുറേ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ വിളിക്കുന്നതും എടുക്കുന്നതൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇന്ന് ക്രിസ്തുരാജൻ്റെ കാര്യം അവിടെ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, നമുക്ക് സമയമില്ല, നമുക്ക് മറ്റ് പ്രോഗ്രാമത്തിലോട്ട് കടക്കണം. പക്ഷേ ഇന്നത്തെ ദിവസം ദീപ്തിക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറിയതിനാലും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ദൈവിക കൃപ കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രിയ മക്കളെ, ഈ കരുണക്കൊന്ത നമ്മുടെ ആത്മാവിൽ, ദൈവകാരുണ്യം നമ്മുടെ ആത്മാവിൽ വന്നാൽ പിന്നെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റത്തില്ല. നിനക്ക് ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ നീ പണ്ടത്തെ പുള്ളിയായിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിയുമ്പം പലതും മാറും, പലതും പോകും, ചിലതൊക്കെ സ്വർഗത്തിൽ നിന്നായിട്ടുള്ള അനുഭവങ്ങൾ വരും. പിന്നെ ഒരു കാര്യം, നിനക്ക് ഇപ്പോൾ ക്രിസ്തുരാജനാന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ ഇപ്പോൾ 9 ദിവസം നൊവേനയും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട്, കൊടിയേറ്റും ഒക്കെ ആയിട്ട് ക്രിസ്തുരാജൻ്റെ പള്ളികൾ, വെട്ടുകാട് പള്ളിയിൽ തിരുവനന്തപുരത്ത് ഞാൻ ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അവസാനത്തെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു, അതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വൈകുന്നേരത്തെ കുർബാനയാണ് കണ്ടത്. എന്താ സംഭവം എന്ന് വെച്ചിട്ട്, നിനക്ക് ക്രിസ്തുവിനെ കിട്ടിയിട്ട് നീ വലിയ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് കൊൽക്കാലം ജീവിച്ചല്ലേ ഈ ഭൂമുഖത്ത്. നീ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു? നിനക്ക് ക്രിസ്തുവിനെ കിട്ടിയിട്ട് ക്രിസ്തു എന്ന് പറയുന്ന ഒരു സംഭവം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അടക്കി വെച്ചുകൊണ്ട് നമ്മളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കിട്ടിയാൽ ഓർക്കാണ്ട് നീ അത് മറ്റുള്ളവർക്ക് കൊടുക്കും. അനുഭവം നീ കൊടുക്കും. നീ ഒരു ക്രിസ്തുവായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറും. എല്ലാ മേഖലയിലും മാറാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. ചില മേഖലകളെങ്കിലും ഇപ്പോൾ കരുണ കാണിക്കാനായിട്ട് മറ്റുള്ളവരുടെ ഇപ്പം നിങ്ങൾ തന്നെ പറ, എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നിട്ടാണോ? നിങ്ങളൊക്കെ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ മന്ത്ലി ഫീസ് കളക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു മെമ്പർഷിപ്പ്, ഇന്നലെ എനിക്കൊരു സംഭവം എന്നെ ഭയങ്കരമായിട്ട്, ഞാൻ ഇവിടെ രാവിലെ 1 മണിക്കും ഒക്കെ നിങ്ങൾ എന്നെ കണ്ടു കാണും, ഓൺലൈനിൽ ഞാൻ മെസ്സേജുകളൊക്കെ എടുത്തിട്ടത്.
ഭയങ്കരമായിട്ട് തലേണേൻ്റെ അവിടെ വന്നിരുന്ന് ചീവീട് കാറിയായിരുന്നു. കാറിയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് ഇവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോഴും ഞാൻ ഇതൊന്നും ഓർക്കാണ്ട് ഞാൻ ദൈവത്തിൻ്റെ കരുണയിലോട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. കുറേ അത് ആത്മാക്കൾക്ക് അത് ഉതകും. അങ്ങനെ ഇവിടെ കുറേ സൗദീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഇതൊക്കെ നേടുന്നുണ്ടല്ലോ. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കയ്യിൽ അടക്കി പിടിച്ചുകൊണ്ട് വെച്ചിരിക്കാൻ പറ്റത്തില്ല. നീ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ നീ ക്രിസ്തുവിനെ നിനക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ ഒരു സാധനം മറ്റുള്ളവരുമായിട്ട് നമ്മൾ പലതും ഷെയർ ചെയ്യാറുണ്ട്. ആഹാരമാണേലും കേക്കാണേലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കുടുംബാംഗങ്ങൾക്കെങ്കിലും കൊടുക്കും. നീ എത്ര പേർക്ക് ക്രിസ്തുവിനെ നീ അറിഞ്ഞപ്പോൾ നീ എത്ര പേർക്ക് ക്രിസ്തുവിനെ കൊടുത്തു? ചില ആൾക്കാരൊക്കെ ക്രിസ്തുവിനെ അങ്ങോട്ട് മൂടി വെച്ചേക്കാണ്. ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിനക്ക് ഈ കിട്ടിയതിനെ വല്ലവർക്കും കൊടുക്കണം എന്നുള്ളതാണ്. ഈ ഒരൊറ്റ നിന്റെ ഭർത്താവിനെ നീ വല്ലവനും കൊടുക്കുമോ? നിനക്ക് കുട്ടികളെ കിട്ടിയ നീ വല്ലവനും കൊടുക്കുമോ? നിനക്ക് കിട്ടുന്ന സ്വർണ്ണമാല വല്ലവനും കൊടുക്കുമോ? നിനക്ക് കിട്ടുന്ന മന്ത്ലി സാലറി നീ വല്ലവർക്കും കൊടുക്കുമോ? ഇല്ലല്ലോ. പക്ഷെ ഈ ഒരു കാര്യം നിനക്ക് ഒരിക്കലെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ക്രിസ്തുവിനെ നീ അനുഭവിച്ചറിഞ്ഞ ആ ക്രിസ്തുവിൻ്റെ കരുണ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ ക്രിസ്തുവിൻ്റെ അബണ്ടൻസ്, ആ ക്രിസ്തുവിൻ്റെ തന്നെ ഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് സ്നേഹം, ആ സ്നേഹം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നീ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുമില്ല. നീ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കണം. അല്ലാണ്ട് പിന്നെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഓക്കെ. അല്ലാണ്ട് നിൻ്റെ അമ്മ ചത്ത് കഴിയുമ്പോഴത്തേക്ക് പോയിട്ട് അവിടെ ഒരു പിടി റോസപ്പൂ കൊണ്ടുവന്ന് വെക്കുന്നതല്ല. ഇവിടെ ജീവനോടെ ഇരിക്കുമ്പം നമ്മൾ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങളല്ല, അത് വേറൊരു കഥ. അത് കടമയാണ്, നമ്മൾ ചെയ്യണം. പക്ഷേ ദൈവാനുഭവം, ഇപ്പം ക്രിസ്തു കരുണയെന്ന് കരുണയുടെ രാജാവ് കരുണാനിധി എന്നൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ടുല്ലോ. പക്ഷെ നീ കൊടുത്തിട്ടുണ്ടോ? നീ കൊടുത്തിട്ടില്ലെങ്കിൽ നീ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുമില്ല. നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഇല്ലേ എന്നാണ്. ഞാൻ ജോസ്ഫിനെ 100% എഴുതിത്തരാം. നിനക്ക് ക്രിസ്തുവിനെ കിട്ടിയിട്ടില്ല. നീ കണ്ടിട്ടില്ല ആളിനെ, നീ അറിഞ്ഞിട്ടില്ല, നിനക്ക് അനുഭവമില്ല ക്രിസ്തുവിൻ്റെ. ഈ ക്രിസ്തുവിൻ്റെ ഒരാട്രിബ്യൂട്ടെങ്കിലും നിനക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നീ ഏത് ക്രിസ്തുവിനെ കണ്ട? നീ ഒരാൾക്കെങ്കിലും ക്രിസ്തുവിനെ നീ കൊടുക്കാണ്ടിരുന്നാൽ ക്രിസ്തുവിനെ അവർ പ്രാപിക്കുന്നതിൽ നിന്നും നീ വിലക്കിയിട്ടുണ്ടെങ്കിൽ നീ വേറെ ആയിരങ്ങൾക്ക് കൊടുത്താലും നീ കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു തരാം. ചിലപ്പോൾ ആ വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിസ്തു അനുഭവം ആവശ്യമുണ്ടായിരുന്നത് ആ മൊമെൻറ്റിൽ. ഓക്കെ. അപ്പം നീ വലിയ ക്രിസ്ത്യാനും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എനിക്ക് ക്രിസ്തുവിനെ കിട്ടി, എനിക്ക് ഇരിക്കപ്പുറതിയില്ല കൊടുക്കാഞ്ഞിട്ട്. അതാണ് ഇപ്പോൾ ഈ മിഡ് നൈറ്റ് പ്രയർ വന്നത്. നമ്മുടെ തലയ്ക്ക്, നിങ്ങൾക്കുൾപ്പെടെ എനിക്കുൾപ്പെടെ തലയ്ക്ക് ഏതാണ്ട് ഓളമുണ്ട്. അല്ലെങ്കിൽ നട്ട പാതിരാക്കി ആരെങ്കിലും കുത്തിയിരുന്ന് പിന്നെ അച്ഛന്മാരില്ല, കുർബാനയില്ല, കുമ്പസാരമില്ല, കൂദാശകളൊന്നും നടക്കുന്നില്ല. നമ്മളിവിടെ ഇരുന്ന് ഈ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത് ഭ്രാന്തല്ലേ നമുക്ക്? എനിക്ക് ഭ്രാന്താ. അങ്ങനെ തന്നെ എടുത്തോ. എനിക്ക് ക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താ. അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. മനസ്സിലായോ പറഞ്ഞത് നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. നിങ്ങൾ വേണേൽ എന്നെ എന്ത് വേണേലും പറഞ്ഞോ. ഭ്രാന്ത് ഇല്ലാഴികയില്ല ഇച്ചിരി അല്ലേ? അങ്ങനെയും തോന്നിയിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ കൊടുക്കാൻ നോക്ക്. എനിക്ക് എന്നുള്ള ഈ മമ്മട്ടിയുടെ സ്വഭാവം കൊണ്ടിരിക്കാതെ എനിക്ക് കിട്ടണം. നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഓരോ വാക്കിനും നീ ദൈവസന്നിധിയിൽ ഉത്തരപ്പ് കടം കൊടുക്കേണ്ടി വരും. ഞാനാ പറയുന്നത്. നീ എന്ത് ചെയ്തു ക്രിസ്തുവിന് വേണ്ടി ഈ ജീവിതാവസാനം, ഈ മൊമെന്റ് വരയ്ക്കും? നമ്മുടെ ദീപ്തി ഇപ്പൊ പറഞ്ഞു കണക്കുന്ന പ്രാർത്ഥിച്ചപ്പം പറയുന്നത് നാളെ ഇതുവരെ ഞാനും അതൊന്ന് കടമെടുക്കുക. നാളെ ഇതുവരെ നീ ദൈവത്തെ അറിഞ്ഞു, ദൈവമായിട്ട് വലിയ അടുപ്പമാണ്, എൻ്റെ വലം കൈയാണ് ദൈവം, ദൈവത്തിൻ്റെ വലം കണ്ട ഞാൻ ഈശോയുടെ കാര്യം പറയണേ എന്ന് പറഞ്ഞിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ആരെയും അക്യൂസ് ചെയ്യുന്നില്ല. ഒരാത്മശോധന നടത്തണം. നീ പൈസ കൊടുത്തിട്ടല്ല. പൈസ കൊടുക്കുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്നില്ല പൈസ. ഇന്നാളിൽ ഒരു ദിവസം ഞാൻ കണ്ടു, തിരുപ്പതി അമ്പലത്തിൽ ഒരു ചാക്ക് നിറച്ച് 10 ലക്ഷം രൂപ കെട്ടി നമ്മളെ ആൾക്കാർ ഒരു വീട് വെച്ച് കൊടുത്താൽ അപ്പം തന്നെ പരസ്യം കാണിക്കും, എന്തെല്ലാം കാണിക്കും. 10 ലക്ഷം രൂപ കൊണ്ടൊന്ന് ചാക്കിനകത്ത് അവിടെ കൊണ്ടുവന്നിട്ടേച്ച് പോയി. നേരം വെളുത്ത് അമ്പലം തുറക്കാൻ വന്ന പൂജാരി കണ്ട്, പാവം അത് കണ്ട് പേടിച്ച് വല്ല ശവത്തിനെ കെട്ടിവെച്ച് പോലീസിനെ വിളിച്ച് നോക്കിയപ്പോൾ എണ്ണിക്കുട്ടിയപ്പം 10 ലക്ഷം രൂപ. ഹിന്ദുക്കൾ കൊടുക്കുന്നില്ലേ? മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ലേ?
ഇപ്രാവശ്യം കോവിഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ നോട്ട് ചെയ്തത് എല്ലാ ഗുരുദ്വാരയുടെയും മുൻപിൽ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാവർക്കും മാസ്ക് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടായി. എൻ്റെ ഡൽഹിയിലെ കാര്യമാണ് പറഞ്ഞു. അല്ല മേരിച്ചാക്ക പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാം കണ്ട അവർ സർദാറുകളാണ്, അവർ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ജനറസ് ആയിട്ട് മനുഷ്യന്മാരെ സഹായിക്കുന്നത് സർദാറുകളാണ്. അവരുടെ കയ്യിലുണ്ട്. ഒരു സർദാർ പോലും വഴിയിലിരുന്ന് ഭിക്ഷ തണ്ടത്തില്ല. അവർ കംപ്ലീറ്റ്ലി അവർ മറ്റൊരാളെ, ഇപ്പോൾ ഒരാൾക്ക് ഫാക്ടറി ഉണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ അവരുടെ ആൾക്കാരെ അവിടെ ജോലിക്ക് എടുക്കും. ഒന്ന് ആത്മശോധന ചെയ്തോളും. നിൻ്റെ ഹൃദയം, നിൻ്റെ വീട്, നിൻ്റെ റിസോഴ്സസ് എന്തുമാത്രം ക്രിസ്തുവിന് വേണ്ടി നീ ഉപയോഗിച്ചിട്ടുണ്ട്? നീ എത്ര പേർക്ക് ക്രിസ്തുവിനെ കൊടുത്തിട്ടുണ്ട്? നീ അനുഭവിച്ച ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇന്നത്തെ ടോക്ക് ഇങ്ങനെ നിൽക്കട്ടെ. നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ക്രിസ്തുരാജൻ്റെ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലയാണ് ആദ്യം കിടക്കുന്ന, പറഞ്ഞോ ആലെ. ഇന്നത്തെ ടോക്ക് പല രീതിയിൽ പല തലങ്ങളിലായി പോയി. അതിപ്പോ എന്റെ കുഴപ്പമാണോ? അതെ, കുഴപ്പമില്ല. പക്ഷെ അത് നല്ലൊരു അവസാനമായപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് തന്നെയാണ് സിസ്റ്റർ നയിച്ചതും അറിയിച്ചതും. അതൊരു അവസാനം ഞാൻ വിചാരിച്ചത് ഇന്ന് അവസാനമായിട്ട് എന്തായിരിക്കും മെസ്സേജ് തരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം മാറിയത്. അതുവരെ പറഞ്ഞ ടോൺ അല്ലായിരുന്നു പിന്നെ അല്ലേ? അല്ല, ഇല്ല മറ്റേ അവിടെ ക്ലാസ് എടുത്തപ്പോഴത്തെ ആ കാര്യങ്ങളൊക്കെ പറയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മെസ്സേജ് എന്തായിരിക്കും, അത് സമയം അങ്ങനെ കഴിയുന്നല്ലോ ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പം പിന്നെ അതെ, കിട്ടിയ യേശുവിനെ, ക്രിസ്തുവിന്റെ കരുണ അറിഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ അനുഭവം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. അതെ, അത് കിട്ടിയ അനുഭവിച്ച ആ ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ കിട്ടിയത് നമ്മൾ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. പക്ഷെ ആ കൊടുക്കണം പറയുന്ന അതാ ടോണും അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതിലാണ്. അത് ഇടിവെട്ടുന്ന കണക്കായിരുന്നല്ലേ? അതുവരെ പറഞ്ഞ ടോണല്ല. അതെ, ആ ടോണൊക്കെ മാറി. അപ്പൊ അത് നല്ല നമുക്ക് കേട്ടിരിക്കുന്നതൊക്കെ ഒരു മനസ്സിൽ അതൊരു നല്ല ആഴത്തിലുള്ള ഒരു ബോധ്യമായല്ലോ. അങ്ങനെ അതാണ് ഹീലിങ്ങും കാര്യങ്ങളും അല്ല ഏറ്റവും പ്രധാനം. അതൊരു എന്താണ് സൈഡ് ഇതായിട്ട് അതിന് വരുന്നുള്ളൂ. നമ്മുടെ മിനിസ്ട്രി ചെയ്യുന്ന ആൾക്കാർക്ക് ഹീലിംഗ് അതപ്പം ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആത്മാവിനെ നേടുക എന്നുള്ളത്. ആത്മാവിൽ മാറ്റം ഉണ്ടാകുക എന്നുള്ളത്. ലാലി മാത്തച്ഛൻ പറഞ്ഞു. നമ്മളിപ്പം അറിയാതൊക്കെ പാപം ചെയ്തു പോകും. നേരം പിശാചിന്റെ ഒരു ലക്ഷ്യം നമ്മൾ പാപം ചെയ്യിക്കുക, പ്രാർത്ഥനയുടെ ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റാന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ അതിനകത്ത് വീണ് പോകും. നമ്മൾ ചെയ്ത പാപം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത പാപത്തിലേക്ക് നമ്മുടെ ചിന്ത പോകും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ അത് ബാധിക്കുന്നത്. പക്ഷെ ക്രിസ്തു നോക്കണത് നമ്മുടെ പാപത്തിലേക്കോ നമ്മൾ ചെയ്യുന്ന പാപത്തിലേക്കോ അല്ല, നമ്മളെ എങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് ക്രിസ്തു നോക്കണത്. പിന്നെയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളൊരു ഇതാണ്. അപ്പം ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു, ഫാമിലി ഫ്രണ്ടിനെ. അപ്പം അവിടെ ചെന്നപ്പോഴായാലും ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായിരുന്നു, ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നമാണ് ജോലി സ്ഥലത്ത്. ഇപ്പം നമ്മളിങ്ങനെ എല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ എയിം ചെയ്ത് മറ്റുള്ളവർ അങ്ങനെ ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നേരം നമ്മളെ തന്നെ ഇത് അഫക്ട് ചെയ്യുന്നത്, നമുക്ക് തന്നെ കുറ്റബോധം. അപ്പൊ എന്റെ ആ ഫ്രണ്ടും അതേ രീതിയിൽ തന്നെ കടന്നു പോകായിരുന്നു. അപ്പൊ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഇത് ഞാനും പറഞ്ഞു കൊടുത്തു. അത് ആ ജോലി സ്ഥലം ഈശോരെ തന്നെ വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പിശാചിന്റെ ലക്ഷ്യം നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് അതിനെ കുറിച്ച് ബോധറാവാതിരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ ക്രിസ്തുവിനെ കൊടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പൊ വചനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പറ്റി. അപ്പം ആ വീട്ടിൽ അവരുടെ മോൾക്കടെ പേര് എലിസബത്ത് എന്നായിരുന്നു കേട്ടോ. ഇപ്പൊ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചിരുന്നു. അതാണ് എലിസബത്തിനെ കിട്ടിയത് അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടുപേർക്കും അത്, ദീപ്തിക്കും അത് എടുത്തിരുന്നല്ലോ. അത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ തന്നെ അങ്ങനെ ഒരു ഇത്. അപ്പൊ അവരുടെ മോള് ഞാൻ ഇതിനു മുമ്പ് സിസ്റ്റർ എന്റെ ഫ്രണ്ടിന് വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്തല്ല അന്നും ഈ പേര് ചോദിച്ചിരുന്നു, എലിസബത്ത്. അതെ അല്ലേ? അല്ല, അത് ഞാൻ ഓർക്കുന്നുണ്ട്. രാജി പറഞ്ഞിരുന്നു എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ അല്ലേ? അവരുടെ മോളാണ്. അത് മോളെന്ന് പറയുമ്പോ ഞങ്ങളുടെ 3 പിള്ളേരുടെയും ഫ്രണ്ടാണ് അവള്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ അതാണ് ലാലിക്ക് പറയാനുള്ള പോയിന്റ്. ദീപ്തി, സിസ്റ്റർ എനിക്ക് മെസ്സേജ് തന്നെ എല്ലാവർക്കും പറഞ്ഞില്ല. ആദ്യം തന്നെ
ഈ കുറ്റബോധം എന്നുള്ളത് ശരിക്കും ഞാൻ എപ്പോഴും ബസ് കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായാലും എന്റെ ഈശോയെ ഞാൻ നിന്റെ ഇതേ ചിന്തയിലും പോവാറ്. ഇത്രയും വേദനിപ്പിച്ചിട്ട് എനിക്കത് യോഗ്യതയില്ലല്ലോ ഭർത്താവെ. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കും നീതിമാനെ വിളിക്കാനല്ല പാപി വിളിക്കാനല്ല, രണ്ടും വരുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാക്കുകളോ ചിലപ്പോ ചിന്തയിലൊക്കെ ചിലപ്പോൾ വഴക്കിട്ടിട്ടായിരിക്കും. അപ്പൊ പറയോ ഇനിയിപ്പോ പ്രാർത്ഥിക്കാനായിരിക്കുമ്പോ എന്ത് യോഗ്യത എനിക്കുള്ള ഇത്രയും വഴക്കിട്ടുകൊണ്ട് ഇനി പ്രാർത്ഥിക്കാതിരിക്കണം എന്ത് കാര്യം? അത് കർത്താവിന് വല്ല താല്പര്യം ഉണ്ടാവും ഇങ്ങനെ ഇത്രയും വഴക്കിട്ടുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാതിരിക്കും. അപ്പം എന്നാ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അപ്പൊ എനിക്ക് ബോധ്യം കിട്ടുന്നുണ്ട് ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. കാരണം ഇതിപ്പോ ഞാൻ ചെയ്യാണ്ടിരുന്ന പിന്നെ അതിന് അടുപ്പില്ലാണ്ടായി പോകും. പക്ഷെ അത് എന്നെ വേട്ടയാടുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ ഈ ചിന്ത ഇപ്പൊ ഈ നിമിഷം വരെ ഈ പ്രാർത്ഥനയുടെ മുമ്പ് ഉണ്ടായ അതുവരെ ഉള്ളിലയ്യോ ഞാനൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കണം. അപ്പം ഇപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസം അത് കേട്ടപ്പോ മെസ്സേജ് ഈശോ ചിലപ്പോ എന്റെ കുറ്റബോധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുള്ളൂ. കാരണം ഞാൻ അതിന് വളർന്ന് ഇപ്പൊ ഇന്നത്തെ ടോക്ക് ദീപ്തിയോട് സംസാരിച്ചായിട്ട് തോന്നുന്നുണ്ട്. ആ പോയിന്റ് അതിൽ നിന്നാണ് തുടങ്ങിയത്. അതെനിക്ക് റെവല്യൂഷൻ കിട്ടിയത് കൊണ്ടായിരുന്നു. എന്റെ എല്ലാം അറിയണം. എന്നെ ചിന്തയാണ് എവിടെ ഇരുന്നാലും എന്ത് ചിന്ത വിചാരം വാക്ക് ഞാൻ എന്റെ ഹൃദയത്തിൽ ചിന്തിക്കണം എന്തും എന്റെ കർത്താവിനെ അറിയാന്നുള്ളത് എനിക്ക് ആഴത്തിൽ ബോധിപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനെ ഭയങ്കര ആശ്വസിപ്പിച്ചു. എന്റെ ഹെവിനെസ് അതിന് തന്നെ എതിർത്ത് പോയി. അങ്ങനെ ആ കേട്ട തുടക്കത്തിലെ ഒരു വിഷമത്തോടെ ഇരുന്നത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഇരിക്കണം. അപ്പൊ അതങ്ങനെ മാറി. പിന്നെ ഈ ചോദ്യം എപ്പോഴും എന്നോട് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ അറിഞ്ഞ ഈശോനെ എന്നെ ഈശോ ശരിക്കും എന്നെ വലിച്ച് ഒരു കൊളുത്തിട്ട് പിടിച്ചത് തന്നെ ഇവിടേക്ക് വന്നിട്ട്. അപ്പൊ ആ കിട്ടിയ എന്റെ ഈശോനെ ഞാൻ എത്രത്തോളം നന്നായി മറ്റുള്ളവർക്ക് കൊടുക്കണ്ട്. ചുറ്റുമുള്ള ആൾക്കാരിൽ എന്റെ സാക്ഷ്യങ്ങൾ പറയാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഈശോ ഞാൻ അനുഭവിച്ച വഴി, ഈശോ എന്നെ എങ്ങനെ പിടിച്ചു, ഇപ്പൊ എനിക്ക് ഈശോ ആരാണ് എന്നൊക്കെ ഞാൻ എന്റെ അടുത്തുള്ളവരോടൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എന്നോട് ഈശോ എന്താ ആഗ്രഹിക്കണേ, എന്റെ യൂത്തിന്റെ പർപ്പസ് ഈശോ എന്നിൽ നിന്ന് എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഉഴപ്പി മാറുന്ന ആളാ. ഇച്ചിരി സ്ട്രഗിൾ ഒക്കെ എക്സ്ട്രാ എന്നിൽ നിന്നും വരുമ്പോ എന്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ ഇച്ചിരി മടിയുള്ള ആളാ. അപ്പം അവിടെ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തുന്നെങ്കിൽ അങ്ങനെയൊക്കെ സിസ്റ്ററോട് സംസാരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ അത് കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോ സംസാരിക്കാം. നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സോഫി, കുറ്റബോധത്തിന്റെ കാര്യത്തിൽ എനിക്കും കുറ്റബോധം ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഇവിടെ വീട്ടുകാരെ വർക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോ പിന്നെ കുർബാന കൊള്ളാൻ പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ പറയും സ്വയം അങ്ങനെ പോയി കുമ്പസാരത്തിന് തന്നെ ഉണ്ടാണ്ടത് ഇപ്പോഴേ ഏറ്റു പറയുന്നത് തന്നെയാണ് അങ്ങനെ. അപ്പൊ അതിന്നൊക്കെ ഇപ്പൊ ദൈവം അതൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്കൊരു പിശാചിനെ തട്ടിപ്പ് പോലെ വരാറുണ്ട്. പിന്നെ ഈശോ തന്ന നമുക്ക് കിട്ടിയ ഈശോനെ നമുക്ക് പലപ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാരണങ്ങളും അങ്ങനെ പറ്റാണ്ട് മനസ്സിലൊക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒതുങ്ങി കൂടി കിട്ടിയ ഈശോനെ അങ്ങനെ മൂടി വെച്ച് നടക്കാം. ഇതിന് വന്ന് കൂടിയതിന് ശേഷം അതിനെ പറ്റിയിട്ട് പലരോടും പറയാനും എപ്പോഴും ആരോട് ചോദിച്ചാൽ കാരണം കൊന്ത ചെയ്യലോട്ട് എഴുതായിരുന്നു കൊന്ത എന്ന് പറയാ പറഞ്ഞ അത് എഴുതായിരുന്നു കൊന്ത. അപ്പൊ ഇപ്പഴും പറയും ഞാൻ എന്റെ ചേച്ചിയോടും അനിയത്തിയോടും പിന്നെ എല്ലാവരോടും ഒക്കെ എന്നോട് എല്ലാവർക്കും വിഷമം പറഞ്ഞു നിങ്ങൾ ആദ്യം ഒരു കാരണം കൊന്ത ചെയ്യില്ല ഏഴാണെന്ന് പറയണ്ട. ഞാൻ ഒരെണ്ണം പറയില്ല ഏഴെണ്ണത്തെ എന്തിക്കോളാം. അപ്പൊ അതിന് വലിയ മാറ്റം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അങ്ങനെ ഈശോനെ അങ്ങനെ കുറേശ്ശെ കൊടുക്കാനെ പറ്റി നമ്മുടെ വിഷമതകളിൽ നിന്ന് പിന്നീട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാന്നുള്ളൊരു ആശ. ഇത് നമ്മളെന്നും വിഷമിച്ചിരിക്കല്ല. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ മാറ്റം കിട്ടിയിട്ടുണ്ട്. പാപബോധം കുറ്റബോധം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് മുമ്പ് ഒരിക്കൽ ദിവസം നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ. അപ്പൊ എനിക്ക് ഒരുപാട് അതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തില്. കുറ്റബോധം തോന്നി അതിനെ പറ്റി തന്നെ ചിന്തിച്ചിരിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്റെ പാറ്റേൺ ആ സെയിം ടൈപ്പ് ഓഫ് പാപങ്ങൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും സ്ഥലത്തിൽ പറയാൻ. അപ്പൊ ഞാൻ തന്നെ ഈശോട് പറയും എനിക്കൊരു മാറ്റമില്ല, ഞാൻ ഇതുവരെ നന്നായിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ എന്നെ നല്ല കുട്ടിയാക്കണേ, നല്ല കുട്ടിയാന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ ആയിട്ടില്ല. ഞാൻ ആയിട്ടില്ല, ഒരു മാറ്റമില്ല. നാണമില്ലാതെ ഞാൻ എന്നും വന്ന അതേ പാപമുള്ള ഈശോയെ പറയുന്നതാണ് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. എന്നാലും ആ ഒരു പാപബോധം ആണ് വേണ്ടത് എന്നുള്ളൊരു എനിക്ക് കുറച്ച് ബോധ്യം അതിനുശേഷം ആ ടോക്കിന് ശേഷം വന്നിരുന്നു. പിന്നെ അതുപോലെ ഇന്ന് സിസ്റ്റർ പറഞ്ഞ നമ്മള് കരുണ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. കരുണ കൊണ്ട് ചെല്ലി മറ്റുള്ളവർക്ക് പക്ഷെ അല്ലാതെ ഒരു അതിന്റെ ഒരു പ്രചാരകയാവാനോ അങ്ങനെയെന്നുള്ള രീതിയിൽ ഒരു പ്രേക്ഷകയാവാനൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. വളരെ അടുപ്പമുള്ളവരോടൊക്കെ ഇങ്ങനെ കുടുംബത്തിലുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതിനപ്പുറം അതിനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ ഞാൻ അതിനെ പറ്റി അങ്ങനെ
ചിന്തിക്കുകയായിരുന്നു. അതിനും ദൈവം ഒരു അവസരം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Praise the Lord. അങ്ങനെ ഈശോയെ കൊടുക്കാൻ. മേഴ്സി പുത്തമ്പുര. എനിക്ക് ഇതുപോലെ സിസ്റ്റർ പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കുറ്റബോധങ്ങളൊക്കെ വരാറുണ്ട്. പറഞ്ഞാൽ അത് ഞാൻ പറയും ഈശോയെ പറ്റിപ്പോയി, പിന്നെ തിരുരക്ത കഴുകണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. സെയിം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും വരും. അങ്ങനെ അതൊരു ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ കരുണയുടെ ഈ പറഞ്ഞാല് ഞാനും എപ്പോഴും ഓർക്കും പിതാവ് കരുണയായിരിക്കുന്നത് നിങ്ങളും കരുണയായിരിക്കാൻ. അപ്പൊ ഞാനൊരു നേഴ്സായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും യേശുവിനെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ദൈവസ്നേഹത്തോടെ ചെയ്യാനല്ലേ ഈശോയ്ക്ക് ഇഷ്ടം. അപ്പം എന്നെപ്പോഴും ഒക്കെ ഞാനിപ്പോ രോഗിയുടെ അടുത്തില്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചപ്പോ അവിടെ ഈശോ ആണ് കിടക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പൊ അതൊരു നമ്മളിപ്പം പേഷ്യൻസ് ഒക്കെ നമ്മൾ ചിലപ്പോ ഹാർഷായിട്ട് പെരുമാറും. നമ്മളങ്ങനെ പല പേഷ്യൻസ് ഒക്കെ അല്ലേ. എന്നാൽ ഞാൻ പറയും ക്ഷമിച്ചേക്കും, ഈശോ ആണല്ലോ എന്നുള്ള ഒരു ചിന്തയിലോട്ട് അങ്ങനെ ചെയ്യാനൊക്കെ എനിക്ക് ഒത്തിരി ക്ഷമയോട് ചെയ്യാനൊക്കെ ഒരു കൃപ തരാറുണ്ട്. ഇപ്പൊ അവര് ഞാനിപ്പോ എപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേക്കും ചിരിച്ചങ്ങോട്ട് അവരോട്, അപ്പൊ അവർക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇതാകും. മേഴ്സിയുടെ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ് ചിരിക്കുക എന്നുള്ളത്. ഞാനത് ഗ്രൂപ്പിൽ പറയാറുണ്ട്. സ്മൈൽ ചെയ്ത് അവരോട് ചെല്ലുമ്പോ അവർക്ക് തന്നെ ഒത്തിരി അങ്ങ് കംഫർട്ട് ആകും. ഒത്തിരി നമ്മളോട് അങ്ങനെ എല്ലാം കംഫർട്ടായിട്ട് അവരെല്ലാം ചെയ്യുന്നതേയും പറക്കുന്നതൊക്കെ. അപ്പൊ അവരങ്ങനെ ആരും അങ്ങനെ ഒത്തിരി അങ്ങോട്ട് അപ്പൊ എനിക്കത് കാണാൻ എപ്പോഴും ഡിഫിക്കൽട്ട് പേഷ്യന്റ് തരുവുള്ളൂ ഞാൻ ഇവിടെ ചെന്നാലും. അത് മേഴ്സി ഹാൻഡിൽ ചെയ്താലേ ശരിയാവുള്ളൂ എന്നറിയാം. അതെ, അത് തന്നെ. അല്ല, അത് മേഴ്സിക്ക് മറ്റൊരു ഈശ ആയിട്ട് മാറാനുള്ള ഒരു അവസരം തരികയാണ് ഓരോ ദിവസവും ദൈവം. ശുദ്ധീകരിക്കുക. ക്ലാസ് അവരോട് നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഒന്നുമല്ല നമ്മുടെ ഈശോടെ നോക്കുന്ന ഒന്നുമല്ല, ഒരു ശകലം പോലെ ഏറ്റവും പാപികളിൽ ഒന്നാമത്തോളാണ് ഞാൻ. ഒന്നുമില്ല. ഇപ്പം ദൈവത്തിന്റെ കരുണയിൽ ഇങ്ങനെ പോകുന്നു. സിജി ജോൺസൺ രണ്ടുപേരും പറഞ്ഞോളൂ. ജോൺസൺ ആണേ. സിസ്റ്റർ പറഞ്ഞ പാവത്തിന്റെ എനിക്ക് എപ്പോഴും വരാറുണ്ട്. പക്ഷെ എന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്നുള്ള മുൻകോപവും അതുപോലെ ഈ നുണ പറയുന്ന സ്വഭാവം. അത് ഓർത്തിട്ട് ഇങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോ പിന്നെ തോന്നും. പക്ഷെ ഒരു കുംസാരത്തിൽ ഒരു അച്ഛൻ പറഞ്ഞു, അത് വിചാരിച്ചിട്ട് കുംസാരിക്കാണ്ട് പോയി ഈശോനെ സ്വീകരിക്കാണ്ടിരിക്കരുത്. അത് നമ്മള് മനസ്സിൽ പറഞ്ഞിട്ട് ഒരു 5 സ്വർഗസ്വനായ ഒരു ചിന്ത ഒരു അച്ഛൻ എനിക്ക് തന്നായിരുന്നു. അപ്പൊ ഒരു കുംസാരത്തിൽ ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഞാൻ എന്റെ സ്വഭാവത്തിന് ഇതാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛൻ? എനിക്ക് ഈശോനെ സ്വീകരിക്കാണ്ടിരിക്കാനും പറ്റില്ല. അന്ന് ഇങ്ങനെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ അതുകൊണ്ട് വിഷമിക്കണ്ട. ആ കുർബാന കൂടുന്നതിന് മുമ്പ് പോയിട്ട് ഈശോയുടെ അടുത്ത് ആ കുറ്റബോധം എന്നിട്ട് ഒരു 5 സ്വർഗസ്വനായ ചൊല്ലി കാഴ്ച വയ്ക്കാം. അപ്പൊ അത് മോനൊരു അത് കിട്ടും. അപ്പൊ അടുത്ത പറ്റുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോയി കുംസാരിച്ച് അത് ഏറ്റു പറയാ. അങ്ങനെ ചെയ്യാ. അപ്പൊ ആ ഒരു സിസ്റ്റർ ഇപ്പൊ പറഞ്ഞപ്പോ അതൊരു ആ കുറ്റബോധത്തിന്റെ പിന്നെ എനിക്ക് അങ്ങനെ എന്റെ ഉള്ളില് കിടന്നപ്പോ ഇപ്പൊ അതൊരു സിസ്റ്റർ പറഞ്ഞതിന്റെ ഒരു വേറെ ഒരു ഇതാണ് ഇപ്പൊ അത് വന്നത് ഇപ്പൊ എന്റെ നമ്മള് ഈശോനെ അനുഭവിക്കും, ഈശോനെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരോടും അത് ഈശോനെ പങ്കുവെക്കുക, ഈശോയുടെ കരുണ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു അതൊരു അവസരം നമ്മള് വീട്ടിലല്ലാണ്ട് നമ്മുടെ പിള്ളേരിലോട്ട് അല്ലാണ്ട് വേറെ ആർക്കും പറയാനായിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നില്ല. അത് നമ്മള് അതിൽ നിന്ന് മാറിപ്പോവാണ്. നമ്മളത് പറയാൻ കിട്ടിയ അവസരങ്ങളും അത് നമ്മൾ അതിൽ നിന്ന് മാറി എന്നൊരു തീരുമാനം എടുത്തോളൂ. ഒരു കർണക്കൊന്ത ചൊല്ലിക്കോന്ന് ആരെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ എന്നാ ഒരു 2-3 കർണക്കൊന്ത ചൊല്ലി നോക്കുമെന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. തുടങ്ങണം. എവിടെയെങ്കിലും തുടങ്ങിയാലേ അത് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി ജോൺസൺ, നല്ല പോയിന്റ് ആണ്. പറഞ്ഞോ സിജി, പറഞ്ഞോ. എനിക്ക് സിസ്റ്റർ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തു പിന്നെയും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പിന്നെയും ചെയ്യാൻ ഏതായാലും ചെയ്തു പോയി. അടുത്ത കുമ്പസാരം വരെ പിന്നെ അതെനിക്ക് ബലപ്പെടുത്തുന്നതാണ്. കൂടുതലും ഞാൻ ചെയ്യണ തെറ്റുകളെന്ന് വെച്ചാല് നാവിലൂടെയാണ്, സംസാരത്തിലൂടെയുള്ള തെറ്റുകൾ. ഇപ്പൊ ഒരു പ്രാവശ്യം എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പരപ്രശ്നം പറഞ്ഞു ജോലി സ്ഥലത്തായിരിക്കും മിക്കവാറും അങ്ങനത്തെ ചെയ്യാം. അപ്പൊ ഞാനവർക്ക് കുമ്പസാരിച്ച് വന്ന ഉടനെ തന്നെ ഞാനവർക്ക് ദൈവമേ അത് പറഞ്ഞു പോയി, അറിയാതെ പെട്ടെന്ന് വായന്ന് വന്നു പോയി. പിന്നെ ഞാനവർക്ക് ഏതായാലും ചെയ്തു, ഇനിയിപ്പോ 2 കൂടെ ചെയ്തിട്ട് പിന്നെ കുമ്പസാരിക്കാം. പിന്നെ ഞാനോർക്കും
ദൈവമേ എന്നും കുമ്പസാരിക്കാൻ വരുമ്പോ ഈ സെയിം തെറ്റ് തന്നെ ഇങ്ങനെ അതെ ആവർത്തിക്കാനാ അതെ പറയും. ആ അത് അപ്പൊ എനിക്കിപ്പോ ഒരു ബോധം കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നാവിലൂടെ നമ്മൾ വരാം. കുമ്പസാരം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ചിലപ്പോ അപ്പൊ തന്നെ വിത്തിൻ 5 minutes ചിലപ്പോ നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോകും. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്താപം വരും. പക്ഷെ എന്താ ചെയ്യാ, പിന്നെ ഞാൻ അവർക്കും ദൈവമേ ചെയ്തു പോയി, ഇനിയിപ്പൊ അടുത്ത കുമ്പസാരം വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ ക്രിസ്താനുഭവം പങ്കുവെക്കാനായിട്ട് നമ്മള് അധികം അങ്ങനെ ഞാനങ്ങനെ ശ്രമിക്കാറില്ല. പിള്ളേരോട് പറയും, അല്ലെങ്കിൽ അപ്പനമ്മോടും പറയും, എന്റെ ഒരു സഹോദരനുണ്ട് അവരോട് പറയും ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇന്ന് ചെല്ലണം, അല്ലെങ്കിൽ എഴുതണം ചെല്ലണം എന്നൊക്കെ പറയുന്നല്ലാണ്ട് അത് വിട്ട് പുറത്തുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അത് നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് വരാറില്ല. ഇനി മുതൽ അത് ശ്രദ്ധിക്കണം, അങ്ങനെ അവർക്ക് പങ്കുവെക്കണം എന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. പിന്നെ അതുപോലെ ഇന്നലെ ഞങ്ങളൊരു പള്ളിയിൽ പോയപ്പോ ഒരു തെലുങ്കാനയിൽ വന്നൊരു കൊച്ചിനെ കണ്ടു. ഞങ്ങളങ്ങോട്ട് സർപ്രൈസ്ഡ് ആയിട്ട്, ഒരു ഹിന്ദു കൊച്ച് ഇവിടെ വന്നു, ഒരു അമേരിക്കൻ അവള് മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ അമേരിക്കൻ കൊച്ചിന്റെ കൂടെ കൂട്ടുകൂടി അവളിപ്പോ ഞങ്ങളുടെ ഈ ചർച്ചിൽ തന്നെ അവള് ബാപ്റ്റിസം സ്വീകരിച്ചു, അവളെല്ലാ കൂദാശകളും സ്വീകരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ പാരന്റ്സിനൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ ഗോഡ് ഈസ് ഗോയിങ് ടു ലീഡ് മീ എന്നൊക്കെയാ കൊച്ചെന്നോട് പറഞ്ഞത്. കുർബാന കഴിഞ്ഞ ഓൾട്ടറിന്റെ ഫ്രണ്ടിൽ വന്ന് മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം പറയാ. ഞാൻ പ്രയർ റൂമിൽ പോവാണ്, എനിക്ക് പ്രാർത്ഥിക്കണം, സാൽവേഷൻ ജീസസി കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അവള് ഞങ്ങൾക്ക് ക്ലാസ് തരുക. ഞാനിങ്ങനെ വണ്ടടിച്ച് അതാണ് നമ്മളങ്ങ് കിട്ടി അങ്ങ് കിടക്കുകയല്ലേ, അതുകൊണ്ട് നമുക്കിതൊന്നും ഒരു വിലയില്ല. ചോദിക്കുന്നുണ്ട്, നിങ്ങള് ഇപ്പൊ ഫെയ്ത്ത് സ്വീകരിച്ചതാണോ അതോ നിങ്ങൾ ഓൾറെഡി ഫെയ്ത്തിലായിരുന്നോ? അതാണ് ആദ്യത്തെ. എവിടെ തലമുറയായിട്ട് ഫെയ്ത്തില്ല, അതാണ് നമുക്ക് വന്ന കുഴപ്പം. അതെ, ഓക്കെ, അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഓപ്പൺ ആയിട്ട് ഇതിൽ പറയുമ്പോൾ ദൈവം അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്തുവിന്റെ മറ്റ് കരുണയുടെ അല്ല ഇതാണല്ലോ, ഇന്ന് ക്രൈസ്ത കിങ് ആണല്ലോ, അതിന്റെ ഇന്നലത്തെ ബാക്കി കുറച്ച് കിടക്കുന്നുണ്ട് പറയാൻ. ദൈവം അതല്ല ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആമേൻ. ഗ്ലാഡിസ്. പിന്നെ വ്യത്യസ്ത വിഷയങ്ങളിലൂടെയാണ് സിസ്റ്റർജിയെ പരിസ്ഥലഭാവം നയിച്ചതെങ്കിലും എനിക്ക് ഉപകാരപ്പെട്ട കണ്ടന്റ് എല്ലാം കിട്ടി. ശരി, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പാവം ചെയ്ത് പിന്നെ ദൈവത്തിൽ നിന്ന് ഹീലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് ആ കുറ്റബോധം പിശാചാണെന്ന് ഇപ്പോഴാണ് അത് ശരിക്കുള്ള ഒരു ബോധ്യം കിട്ടിയത്. അത് റിപ്പീറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്ന് ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പാവം അത് കറക്റ്റ് ചെയ്യായിട്ടാണ് എന്നുള്ള ആ ഒരു നന്നായിട്ട് കിട്ടി. പിന്നെ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും തന്നെ പിന്നെ ഈശോനെ ഏറ്റുപറയാൻ അല്ലെ പങ്കുവെക്കാൻ കടപ്പെട്ടതാണെന്ന് നേരത്തെ അറിയായിരുന്നു. പിന്നെ അങ്ങനെ ഈ പിന്നെ ഈശോയുടെ സ്നേഹം, നമുക്ക് കിട്ടിയ സ്നേഹം മറ്റുള്ളവർക്കും കൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പാലിയേറ്റീവിന് നമ്മൾ ഈ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോ ഹിന്ദുക്കളാണേലും എന്ത് കൈകൂപ്പിയ നമ്മുടെ മുന്നിൽ അവസാനം പ്രാർത്ഥനയ്ക്ക് പോലും നമ്മളെടുത്ത് നിൽക്കുന്നത് കാണുമ്പോ ഭയങ്കര തോന്നിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം വേളാങ്കണ്ണി പോയപ്പോ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു തെലങ്കാന സ്ത്രീകള് കുറെ ഒരു മഞ്ഞ സാരിയൊക്കെ അങ്ങനെ വന്നിട്ട് എന്നോട് ബ്ലെസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ മുന്നിൽ അങ്ങ് മുട്ടൂത്തി. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ യോഗ്യല്ല എന്നൊക്കെ ആക്ഷൻ കൊണ്ട് കാണിക്കുന്നത്, ഭാഷ അറിയില്ലല്ലോ. അല്ല ഞാൻ ചെയ്യൂലെന്ന്. പക്ഷെ പള്ളിയുടെ ഉള്ളിലാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ എന്റെ മുന്നിൽ മാസം തുടങ്ങുന്നതിന് മുന്നേ എന്റെ മുന്നിൽ ഒരു നാലോ അഞ്ചോ സ്ത്രീകൾ എന്റെ മുന്നിൽ അങ്ങ് കൂത്തി. ഞാൻ പറഞ്ഞു, ഞാൻ തലേ കൈവെക്കൂല, എനിക്ക് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എഴുന്നേറ്റ് പോകുന്നില്ല. അവസാനം ഞാൻ ഇവരുടെ തലേ കൈവച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ ഇവരെ അങ്ങ് ഒഴിവാക്കേണ്ടിട്ടാണ് ചൊല്ലിയതെങ്കിലും. അത് ഞാനൊരു കാര്യം പറയാം. നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ മറ്റേ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഉള്ള പ്രോഗ്രാമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ പട്ടി അറിയും, പൂച്ച അറിയും, മൂർഖമ്പാമ്പ് അറിയും, കടിക്കാൻ വരുന്ന സിംഹം അറിയും, പിശാചും അറിയും.
എല്ലാവരും അറിയും. നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തുവിനെയാണ് കൈയെടുത്ത് വെക്കാൻ അവർ പറഞ്ഞത്. നിങ്ങളിൽ അവരെ ക്രിസ്തുവിനെ കണ്ടു. അല്ലെങ്കിൽ നിങ്ങളെ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ആളാണല്ലോ. പ്രത്യേകിച്ച് സംഭവിച്ച വേളാങ്കണ്ണി വെച്ചിട്ടാണല്ലോ. അപ്പം അത് ആ മാതാവിനെ അവർ നിങ്ങളിൽ കണ്ടു. അത് തന്നെയാണ്. അതാണ് അതിൻ്റെ സത്യം. മേരി ചാക്കോ എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം എന്തെങ്കിലും കേട്ടായിരുന്നോ? ഓക്കെ ഓക്കെ. ഇതെന്താണ് പറഞ്ഞ ഞാൻ പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോസിന് അറിയുമല്ലോ, ദീപാഞ്ജലി സെയിം തന്നെയായിരുന്നു. അവര് ഈ കൈ മുഴുവൻ പൊക്കിക്കൊണ്ടായിരുന്നു പ്രൈസ് വർഷിപ്പ് ചെയ്യുന്ന പോലെയാണ് കൈ കുത്തി എന്ത് ചെയ്തിട്ട് കൈ. മേരിയാണ് അവളെ ബാപ്റ്റിസത്തിന് ഗോഡ് മദർ ആയിട്ട് നിന്നല്ലേ? അത് തന്നെ. ഹോൾ ഡിവൈൻ മേഴ്സി പ്രെയർ ഫ്യൂഷൻ ചാപ്റ്റർ ഞങ്ങൾ ഒരു ഇത് കഴിയുമ്പോ തന്നെ താഴത്ത് കൈ വെക്കുമായിരുന്നു. പക്ഷെ ഷി നെവർ കീപ് ഇറ്റ് ഡൗൺ. ഷി വുഡ് ഓൾവേസ് റേസ് ഇറ്റ് അപ്പ് ആൻഡ് അതുപോലെയായിരുന്നു അവൾ പ്രാർത്ഥിച്ചിട്ടിരുന്നത്. ജസ്റ്റ് മണി ഒരു ഹിന്ദു ലേഡിയെ എന്തൊരു ഫെയ്ത്ത് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദീപാഞ്ജലി ആദ്യമായിട്ട് പറഞ്ഞോ മതി. ദീപാഞ്ജലി ആദ്യമായിട്ട്, പുള്ളി ഒരു എക്സ്ട്രോവേർട്ടാണ് സ്വഭാവത്തിന്. ദീപാഞ്ജലി ആദ്യമായിട്ട് എൻ്റെ ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നു. എൻ്റെ ബാഗിൽ അപ്പം ECGക്ക് അത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കെല്ലാം ചെയ്യുന്ന ഒരു ചെറിയൊരു നമ്മുടെ കൈപ്പത്തിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു സൈഡിൽ എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ആൾക്കാരിൽ കുറേ ഒരു 100 ഇരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ്. ഒരു സൈഡിൽ പ്രാർത്ഥനയും ഒരു സൈഡിൽ കരുണയുടെ ഈശോയുടെ പടമുള്ളത്. ദീപാഞ്ജലി കൗൺസിലിങ്ങിന് വന്നു. എൻ്റെ കത്തീഡ്രൽ പള്ളി വെച്ചിട്ടാണ് കൗൺസിലിങ് ചെയ്ത്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അവൾക്ക് പറഞ്ഞിട്ടൊന്നും തീരത്തില്ല. വല്ലാത്തൊരു ജീവിതാനുഭവം ഉണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തോട് താരതമ്യപ്പെടുത്താവുന്നല്ല, അതിലും കുഴപ്പം നിറഞ്ഞ IAS ഓഫീസറായിരുന്നു അവളുടെ അപ്പൻ. എന്നിട്ട് രണ്ടാനമ്മ വന്നപ്പോൾ തുടങ്ങിയപ്പോൾ പ്രശ്നമാണ്. എനിവേ അവൾക്ക് ഞാനൊരു ഈ കരുണയുടെ ഒരു കുഞ്ഞി പടം എൻ്റെ കൈൻ്റെ വെള്ളയിൽ വെക്കാമെന്ന് കൊടുത്തു. അവൾ അന്ന് ചെന്നിട്ട് അവൾ ചെയ്ത കാര്യം, അവൾ ഈ ബംഗാളിയാണ് അല്ലേ മേരി? UP ആണ്. അപ്പോൾ അവൾക്ക് കാളിമാതേനെയാണ് ഏറ്റവും കൂടുതൽ. ബംഗാളിൽ നിന്ന് എൻ്റെ മനസ്സിലിരിക്കുന്ന അവൾ കാളിയുടെ ആളായിരുന്നു, കാളീൻ്റെ വർഷിപ്പറായിരുന്നു. അപ്പോൾ അവളുടെ അൾത്താരയിൽ, അവളുടെ മുറിയിൽ പിന്നെ അവൾ ഈ കാളീൻ്റെ ഓൾട്ടർ ഉണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു ക്ലേയുടേതായിട്ടുള്ള കുറേ ഈ കാളീൻ്റെ കൈ ഇങ്ങനെ തലേന്ന് ഒക്കെ നാക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇട്ടിട്ടുള്ളതുണ്ടല്ലോ, അതെടുത്തോണ്ട് പിന്നെ ഏതാണ്ട് ഒരെണ്ണത്തിനെ ചവിട്ടി പിടിച്ചിട്ട് കൈയും കൊണ്ട് വെട്ടി അപ്പൻ്റെ തലയാണ് എടുത്ത് കയ്യിലൊക്കെ പിടിച്ച ആ ഒരു പ്രതിമയാണ്. അപ്പോൾ അവൾ കുറേ ഉണ്ടായിരുന്നു അവളുടെ അടുത്ത് മണ്ണിൻ്റെ. അവൾ പറയായിരുന്നു ചെന്ന് കഴിഞ്ഞാൽ അവൾ 2ാം നിലയിലാണ് കണ്ട അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൾ ചെന്നിട്ട് ഈ ഈശോനെ അവിടോട്ട് കയറ്റി വെച്ചേച്ച് ബാക്കിയുള്ളതിനെല്ലാം നേരെ മുൻവശത്തെ പാർക്കിലോട്ട് എറിഞ്ഞു കളഞ്ഞെന്ന്. മേരി പറഞ്ഞതിൻ്റെ കണ്ടക്സ്റ്റിൽ ഞാൻ പറയുകയാണ്, ആ ഒരു ഫെയ്ത്ത് ഒരു ഈശോൻ്റെ ഒരു പടം കൊടുത്തപ്പം അവളുടെ ഇതുവരെയും ജീവിതം വരെയും വർഷിപ്പ് ചെയ്ത് അവൾ അത്രയും വർഷത്തെ അവൾ വർഷിപ്പ് ചെയ്ത ഗോഡസിനെ എടുത്ത് അവളുടെ അടുത്ത് കാട്ടിലോട്ട് കളഞ്ഞു. മനസ്സിലായല്ലോ? അപ്പം നമ്മളെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പടം കൊടുത്തിട്ട്, നിങ്ങളെപ്പോഴും എൻ്റെ തുടക്കത്തെ അങ്ങനെ ചെയ്തിരുന്നു. ചെറിയ പടം ഈശോടത് ഇങ്ങനെയുള്ളത് ഒരു പ്ലാസ്റ്റിക് കോട്ടിനകത്താക്കി ബാഗിനകത്ത് വെച്ചാൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കുമെന്ന് പറഞ്ഞ് ഈ ഒരു കരുണയുടെ പടം കൊണ്ട് വെച്ചിട്ട് ഒരു കൊച്ചിൻ്റെ ലങ്സിന് ബ്ലൂ കളറായിരുന്നു. പിന്നെ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. നമ്മുടെ മറ്റ് പ്രാർത്ഥനകൾ ഇച്ചിരി കുറയ്ക്കാം, ടൈമിൽ നിർത്തിക്കോളാം. അപ്പം പിന്നെ ഡൽഹിയിൽ കരിസ്മാറ്റിക് തുടങ്ങിയ ഒരു ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഈ പേസ് സ്വൈപ്പ് ചെയ്യുന്ന കാർഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ മെഷീൻ, അതിന് മുൻപേ വേറെ മെഷീൻ, ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അവരുടെ ബിസിനസ്. അപ്പോൾ അയാൾ അവിടുത്തെ വലിയ അറിയപ്പെടുന്ന പണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെ അവർ ആശുപത്രി കൊണ്ടുപോയി. അവിടുത്തെ അപ്പോളോ ആശുപത്രിയിൽ കുഞ്ഞ് കിടക്കുന്നു. അവരെന്നെ കാറും കൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ ഞാനും മോളും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് അവരെന്നെ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ ചെല്ലുമ്പം ഒരു പിന്നെ എന്താണ് ഒരു പാമ്പേഴ്സ് പോലെ ഒരെണ്ണം താഴെ കിടപ്പുണ്ട്, മൂടി പുറച്ചിട്ടിരിക്കുക. എന്ത് മെഷീനാണെന്നൊന്നും അറിയത്തില്ല. ചിൽഡ്രൻസ് ICUലായിരുന്നു ആ കുട്ടി. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് ഡോക്ടർമാർക്ക് അറിയാൻ മരിച്ചു വന്നു. LKG UKG ആണ് അങ്ങനെ ഒരു അതിലേക്ക് പോകാനായിട്ട് രാവിലെ വരുമ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് വേദനയാണ്, ഡാഡി എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചിരിച്ച്, കൊച്ചിനങ്ങനെ നെഞ്ചിനകത്ത് വേദന വരുന്നത് പോകാനുള്ള മടിക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നിന്ന നിലപാടെ കൊച്ച് മൊത്തം കളറും മാറി. അതിൻ്റെ കാർബൺ ഡയോക്സൈഡ് അതിനെ ശ്വസിക്കാൻ പറ്റുന്നില്ല. കാർബൺ ഡയോക്സൈഡായിട്ട് ഓക്സിജൻ ഇത് ചെയ്യാണ്ട് നിങ്ങൾക്ക് നേഴ്സുമാർക്ക് അറിയാമായിരിക്കും, ഈ ലങ്സ് കോൺക്രീറ്റ് പോലെ അങ്ങ് ആയിപ്പോയെന്ന്. മനസ്സിലായി പറഞ്ഞേ?
കോൺക്രീറ്റ് പോലെ നിന്ന നിലപാടെ അതിന് ശ്വാസം കിട്ടുന്നില്ല. അവർക്ക് കാറും വണ്ടി ഉള്ളതുകൊണ്ട് അവരപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ഓടിപ്പോയി. അപ്പം ഞാൻ എന്താക്കി, ഡോക്ടർ എനിക്ക് ചിൽഡ്രൻസ് ഐസിയുലാണ്, നമുക്ക് കയറാൻ പാടില്ലല്ലോ, പുറത്തുള്ള ആൾക്കാരാണല്ലോ. അപ്പം അവർ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോൾ ഒരു ഹിന്ദു ഡോക്ടർ പറഞ്ഞെന്ന് അവരെന്നോട് പറയാം, അത് അവരെ കയറ്റിക്കോ, നിങ്ങളുടെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഒരു വാക്യം, അവരുടെ ബൈബിളിലെ ഒരു വാക്യം പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാ മിണ്ടാതിരുന്ന് ദൈവത്തിൽ ആശ്രയിച്ചാൽ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്, ഈ വാക്കാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ് അവരെ കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെരുപ്പം എല്ലാം പുറത്ത് ഊരിയിടിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കൊച്ചിൻ്റെ എല്ലാ സ്ഥലത്തു കൂടെ ഓരോ ട്യൂബുകളെല്ലാം കീ എന്നും പറഞ്ഞു. എനിക്കതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. ഐസിയിലെ സകല എക്യുപ്മെൻറ്റും ഉണ്ട്. എന്നിട്ട് അന്നാണ് ഞാൻ ഒരു ഐസിയിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിലാണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ജനലിനോടടുത്ത് കതകിനോടടുത്താണ് കിടത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും ഒരു എമർജൻസി ഉണ്ടാകാം. അപ്പം തന്നെ ഇതിനെ ഓടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകണം. അത് ഈ വീലുള്ള ബെഡ്സാണ് എല്ലാം, കോട്ടാണ് എല്ലാം. അങ്ങനെ അതിനകത്ത് എല്ലാ സകല എക്യുപ്മെൻറ്റും ആണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആ കുട്ടീൻ്റെ അരികെ പറഞ്ഞു, ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. കുട്ടീൻ്റെ അരികെ പറഞ്ഞു, ഈശോ വന്നിട്ടുണ്ട് കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പടമെടുത്ത്, നേഴ്സുമാർ മലയാളികളാണല്ലോ ധാരാളം പേരുള്ളത്, അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ കരുണയുടെ ഈശോയാണ്, അതിൻ്റെ ഷീറ്റ് മാറിയാലും അവരെന്നും ഷീറ്റ് മാറുമല്ലോ, അപ്പോൾ അതൊന്നും ഇത് മാറ്റരുത്, അവിടെ തന്നെ വെച്ചേക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ, പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ ഈശോൻ്റെ പണിയായി പറയുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ, സ്കൂളിൽ പോയപ്പോൾ പിന്നെ ഞാൻ ഉച്ചയായിട്ടേ വരുള്ളൂ, കുട്ടിയെയും കൂട്ടിക്കൊണ്ടേ വരുള്ളൂ. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ച് ആ മെഷീൻ ഏതാണ്ട് കിടന്ന് കാണിക്കുന്നത് കണ്ടിട്ട് ഡോക്ടർമാർ വന്ന് നോക്കിയപ്പോൾ ഈ കൊച്ച് ശ്വസിക്കാൻ തുടങ്ങിയെന്ന് തന്നെത്താനെ. അതൊക്കെ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്വസിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് അവർ നോക്കാൻ കാര്യമുണ്ട്. അത് ഈ കൊച്ചിൻ്റെ 2 ലങ്സിലോട്ട് ഒരു ട്യൂബ് കടത്തിയിട്ടുണ്ട് പോലും മൂക്കിൽ കൂടെ. എന്നിട്ട് ഒരു ട്യൂബ് അവർ നോക്കാൻ കാര്യം ഇതാണ്, ഒരു ട്യൂബ് ചെന്ന് മറ്റേ ട്യൂബ് ഇരിക്കുന്നതിൻ്റെ അതിനകത്ത് കുത്തിക്കയറിയുന്നു. ഇതൊക്കെ പോസിബിൾ ആണോന്ന് എനിക്കറിയാം. തന്നെത്താനെ ട്യൂബ് എങ്ങനെയാണ് പോകണം, മൂക്കിൽ കൂടെ കടത്തിയ ട്യൂബ് 2 സൈഡിലും വെച്ചിരിക്കുന്നത്. പക്ഷേ പോയി. അപ്പോൾ ഇവർക്ക് തോന്നി ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നു, അവർക്ക് എന്തോ പ്രശ്നം. ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയിരിക്കുന്ന കുറേ ഹീലിങ്ങിൽ ചിലതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ എൻ്റെ പോലും വിശ്വാസത്തെ ഇത് പോസിബിൾ ആണോ എന്ന് ചിന്തിക്കുന്ന അതൊക്കെ കൊണ്ടാണ് ഓർക്കുന്നത്. അപ്പം അവിടെ ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളിയിൽ അച്ഛന്മാർ വരെ എൻ്റെ ഒരിക്കൽ പറഞ്ഞു, ചെറിയാൻ്റെ പേരക്കുട്ടി അവിടെ അങ്ങനെ ആസ്പത്രിയിലാണ്, അപ്പോഴല്ലേ ജോസഫിനെ പ്രാർത്ഥിക്കണം എന്ന്. ഒരച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞ് കൊച്ചു സൗഖ്യമായി വീട്ടിലും പോയിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയി അവിടെ അവർ ഓക്സിജൻ കൊടുത്തിട്ട് അതിൻ്റെ കണ്ണിലൊക്കെ കൂടെ കുറച്ച് നേരത്തേക്ക് കാഴ്ചക്കുറവുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് അതിന് ഡിസോറിയൻറ്റഡ് ആയിരുന്നു. കാരണം അങ്ങനെ ഓക്സിജൻ കയറിയിട്ട് ടേപ്പൊക്കെ ചെയ്തിരുന്നു, എന്തോ പറ്റിയതെന്ന് പറഞ്ഞു. അത്രമാത്രം പവർഫുള്ളാണ്. ഈ ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം, നമുക്ക് ആരാധനയിലോട്ട് കടക്കാം. മറ്റ് പ്രാർത്ഥനകളൊക്കെ നമുക്ക് സ്വർഗസ്നായ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ, ഞാനൊരു സമയത്ത് ഗോവയിൽ പോയപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പള്ളിയിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ബാഗിൽ എപ്പോഴും ഈശോ ഇരിക്കുന്നു. അപ്പം ഞാൻ ഒരു കരുണയുടെ പടം എടുത്ത് ഈ അച്ഛന് കൊടുത്തു. ഇംഗ്ലീഷാണ്. അച്ഛൻ അത് 2ആയിട്ട് മടക്കി നീറ്റായിട്ട് പോക്കറ്റിനകത്തോട്ട് വെച്ചു. എനിക്ക് ആ പോക്കറ്റിൽ നിന്ന് അത് എടുത്ത് എൻ്റെ ബാഗിൽ തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്നോട് അന്ന് ഈശോ പറഞ്ഞു, വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ്, ഈശോ എന്നോട് പറഞ്ഞു, ഈ ഒരു പടത്തിൽ നിങ്ങൾ ഏത് ഈശോയുടെ പ്രാർത്ഥന ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ ഒരു പടം അത് എത്ര ചെറുതാണെങ്കിലും അരളിക്കയിൽ എഴുന്നള്ളി ഞാനിരിക്കുന്ന അത്രയും പ്രസൻസ് ഈ കരുണയുടെ പടത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാനല്ലേ പുള്ളി. അങ്ങനെ എനിക്ക് എൻ്റെ ലോജിക്കിന് തലയ്ക്ക് എൻ്റെ ബുദ്ധിക്കൊന്നും നേർക്കാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ 100% ഞാൻ താല്പര്യപ്പെടത്തില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഞാൻ പടമൊക്കെ വളരെ ഭവ്യമായിട്ട് തന്നെ. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയപ്പോഴാണ് നിങ്ങളോട് ഞാൻ ആ സംഭവം പറഞ്ഞതാണ്. ഒരു ഇതിൻ്റെ ദിവസം, ഏതാണ്, ഈസ്റ്ററിൻ്റെ ദിവസം മിഡ്നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ മേരി ഫിലിപ്പിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവിൻ്റെ ചങ്കിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന കയ്യിൻ്റെ 3 വിരൽ അതിൽ കൂടെ പിന്നെ ചോര ഓടി ചാടി ഇറങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കാനിരിക്കുന്ന ആ കയ്യിനകത്തുനിന്ന് രക്തം ചാടി ഇറങ്ങി. ഞാൻ കണ്ടില്ല, ഞാൻ അവരെ നോക്കി നിന്ന് ക്ലാസ് പറയായിരുന്നു ആ വീട്ടുകാരെ. ഒരു ഫൈനൽ പ്രയർ. ഞാൻ പിറ്റേ ദിവസം വെളുപ്പിനെ വേറെ സ്ഥലത്തേക്ക് പോകുമായിരുന്നു, ലണ്ടനിലേക്ക്. ഇത് ലിവർപൂളിലാണ്. ആ സമയത്ത്
അവിടുന്ന് രക്തം ചാടി ഇറങ്ങുന്നത്. എന്നോട് പറഞ്ഞു ജോസ്ഫിനെ അവിടെ കാർന്ന് കേട്ടു. അപ്പം ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച് ഈ മിഡ് നൈറ്റിലൊക്കെ ഇങ്ങനെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പം വല്ല പിശാചുക്കളൊക്കെ വരുമെന്നോ, ഇനി അതിനെ വല്ലതും കണ്ടിട്ടാണോ ഇവർ കാർന്നതെന്ന് വെച്ച് പുറകോട്ട് തിരിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് എനിക്ക് പേടിയായി. ഇവരപ്പോഴത്തേക്ക് കാർപ്പറ്റിലോട്ട് കമന്ന്, ഹോളിലായിരുന്നു പ്രോഗ്രാം, കമന്ന് കിടക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഈ കഥ കണ്ടത് ഭയങ്കരമായിട്ട്. അപ്പം എന്ത് ഈശോ പറഞ്ഞ കാര്യം, അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പണ്ട് പറഞ്ഞ കാര്യം ഒരരുളിക്കയിൽ ഇപ്പം ഞാൻ അരുളിക്കയിൽ കൂടെ രക്തം കാണുകയല്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിടുന്ന വീഡിയോ. കാണണം. കാണാത്തവരോടാണ് പറഞ്ഞത്. നിങ്ങൾ ആ എണ്ണം കൂട്ടാനൊന്നും എനിക്ക് ആരും ഒന്നും എണ്ണം കൂട്ടി തരണ്ട. വ്യൂവർഷിപ്പ് നിങ്ങൾക്കിത് പ്രയോജനം. ആ അരുളിക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ 4 വർഷം മുന്നേ 3 വർഷം മുന്നേ ഇട്ട 2 വർഷം മുന്നേ ഇട്ട ഒരു ഇതിനകത്ത് ഇന്നലെ ആലെ കാസ വിലാസ അവിടെ ഇരുന്നിട്ട് ഒഴുക്കി ഇറങ്ങുന്ന ആ യൂട്യൂബിൻ്റെ ഇതിനകത്ത് കണ്ടിരുന്നല്ലോ. അപ്പോൾ പ്രിയ മക്കളെ, ഇന്ന് ഞാനൊന്നും പറയുന്നില്ല. സോറി, ഞാൻ പറയാനിരുന്ന കാര്യമൊന്നും തമ്പുരാൻ എന്നെ കൊണ്ടിട്ട് പറയിക്കുന്നുമില്ല. നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. സോഫി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്.